നമ്മുടെ ഇവിടെയുള്ള എപ്പിക്സ് ആയ രാമായണം മഹാഭാരതമൊക്കെ പോലെ ഗ്രീക്ക് മിത്തോളജിക്ക് എടുത്ത് കാണിക്കുന്ന ഒരു ഏൻഷ്യൻ ഗ്രീക്ക് പോയമാണ് ഹോമർ എഴുതിയിട്ടുള്ള ഇലിയഡും ഒഡീസിയും. ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് സിനിമകളും സീരീസുകളും കുറേ അഡാപ്റ്റേഷൻസും ബുക്കുകളും ഈവൻ ഗെയിമിലടക്കം ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കുറേ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ട്രോയ് എന്ന് പറഞ്ഞ നമ്മുടെ ബ്രാഡ് പിറ്റിൻ്റെ പടം ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഹോമറിൻ്റെ ഇലിയഡ് എന്ന് പറഞ്ഞ ഒരു ബുക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പോയത്തിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ്. അതിൽ കുറേ മിത്തോളജിയും കുറേ ഗോഡ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു യുദ്ധം മാത്രം കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു ട്രോയ്. ഇതേപോലെ വേറെയും കുറേ അഡാപ്റ്റേഷൻസ് ഉണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ സെർസി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഇത് വേണമെങ്കിൽ ഈ പറയുന്ന ഹോമറിന് തന്നെ ഒഡീസി എന്ന് പറഞ്ഞ ബുക്കിൽ പ്രതിപാദിക്കുന്ന സെർസി എന്നൊരു ക്യാരക്ടർ ഉണ്ട്. സൂര്യദേവനായ ഹീലിയോസ് ഉണ്ട്. ഹീലിയോസിൻ്റെ ഒരു മകളാണ് ഈ സെർസി. സോ ഒരു സെർസിയുടെ ഒരു കഥ ഒഡീസിയിൽ പറയുന്നുണ്ടെങ്കിലും അതിനെ സബ്ബായിട്ട് അതിൻ്റെ അഡാപ്റ്റേഷനായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു നോവലായിരുന്നത്. ഇതേപോലെ കുറേ അഡാപ്റ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ഹോമറിൻ്റെ ഈ ഒരു ഇലിയഡും ഒഡീസിനും അതിന് ബേസ് ചെയ്ത് പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ ക്രിസ്റ്റഫർ നോളൻ സിനിമയായിരിക്കും നമ്മളിനി കാണാൻ പോകുന്നത്, ഒഡീസി എന്ന് പറഞ്ഞ സിനിമ. സോ അതിൻ്റെ ഒരു മുഴുവൻ കഥ ഈ ഒരു ഇലിയഡിലും ഒഡീസിലും എന്താണ്, ആ ഒരു ഗ്രീക്ക് എപ്പിക് പോയ എന്താണ്, ആ ഒരു ഗ്രീക്ക് മിത്തോളജിക്ക് അടങ്ങുന്ന ഒരു പോയ എന്താണ്, അതിൻ്റെ മുഴുവൻ കഥ എന്താണെന്നായിരിക്കും നമ്മളോട് പറയാൻ പോകുക. പക്ഷേ അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, വളരെ ലിമിറ്റഡ് ആയിട്ട് വളരെ ഷോർട്ടായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മളോട് ചർച്ച ചെയ്യുക. പക്ഷേ ഇനി വരാനിരിക്കുന്ന നിങ്ങൾ കാണാൻ പോകുന്ന ആ ഒരു സിനിമയായിട്ട് കുറേ സിമിലാരിറ്റീസും അതിൽ കാണിക്കുന്ന കഥയായിട്ട് ചില ബന്ധങ്ങളൊക്കെ കുറേ ഒരുപക്ഷെ വന്നേക്കാം. അതുകൊണ്ട് സ്പോയിലർ അലേർട്ട് ഞാൻ ആദ്യം തരാം. നിങ്ങൾ ഇനി സിനിമയിൽ കണ്ട കഥ അതേപോലെ പറഞ്ഞു എന്ന് വിചാരിക്കേണ്ട. നോളൻ്റെ ഒഡീസിലുള്ള കഥ എന്താണെന്ന് എനിക്കറിയില്ല. മൂപ്പര് അങ്ങനെയാണ് അത് അഡപ്റ്റ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് സിനിമ കണ്ടാലേ അറിയില്ല. പക്ഷേ ഹോമറിൻ്റെ ഒഡീസി മൂപ്പര് എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്, ആ ഒരു സോഴ്സ് മെറ്റീരിയലിൻ്റെ ഒരു ടോട്ടൽ സ്റ്റോറി ആയിരിക്കും നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ ആദ്യമേ പറയാം ഒരു ചെറിയ സ്പോയിലർ അലർട്ട്. സോ ഈ കഥ മുഴുവനായിട്ട് തുടങ്ങുന്നത് ഒരൊറ്റ സ്ത്രീയിൽ നിന്നാണ്, ഹെലനോ സ്പാർട്ട. നിങ്ങൾ കുറേ പേര് കേട്ടിട്ടുണ്ടാവും ഒരു ഹെലൻ എന്നും ദെൻ സ്പാർട്ട എന്നുള്ളൊരു പേര്. നമ്മുടെ 300 പടത്തിലൊക്കെ ഉണ്ട് ഈ ഒരു സ്പാർട്ട. സോ ഹെലനോ സ്പാർട്ട എന്ന് പറയുന്നത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ലോകത്തെ ഏറ്റവും വലിയൊരു സുന്ദരിയായിരുന്നു. സ്പാർട്ടൻ രാജാവായ മെലനോസിൻ്റെ ഭാര്യയായിരുന്നു ഈ ഹെലൻ. ഒരിക്കൽ ട്രോയ് എന്ന് പറഞ്ഞൊരു നഗരത്തിൽ പ്രിയാം എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്. ആൾക്ക് 2 മക്കളുണ്ട്, ഹെക്ടറും പിന്നെ പാരിസും. ഈ പാരിസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരിക്കൽ ഈ സ്പാർട്ടയിൽ പോയ സമയത്ത് ലിറ്ററലി പറഞ്ഞാൽ ഈ ഹെലനെ അടിച്ചുകൊണ്ട് പോയി, അബ്ഡക്റ്റ് ചെയ്തു. ചിലപ്പോൾ തട്ടിക്കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവന്നു എന്നൊക്കെ പറയാം. സോ സ്പാർട്ടയിൽ ഉണ്ടായിരുന്ന ഹെലനെ അല്ലെങ്കിൽ ഹെലനോ സ്പാർട്ടയെ പാരിസ് ട്രോയിലേക്ക് കൊണ്ടുവന്നതിന് തുടർച്ചയായിട്ടാണ് ഈ ഒരു വലിയ യുദ്ധം തുടങ്ങുന്നതും ഈ ഒരു ഹോമറിൻ്റെ ഈ ഒരു എപ്പിക്കായിട്ടുള്ളൊരു സാഗ മുഴുവനായിട്ട് നടക്കുന്നതിന് മെയിൻ കാരണം ഇതാണ്. സോ ഇങ്ങനെ തൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ഭാര്യയെ കൊണ്ടുപോയി ട്രോയിലുള്ള ഒരു രാജകുമാരൻ എന്നറിഞ്ഞ മെനലോസ് ആളുടെ ഒരു ചേട്ടനുണ്ട് അവിടെ തന്നെ, മൈസീനി എന്ന് പറഞ്ഞ സ്ഥലത്തെ രാജാവായ അഗമെമ്നോൺ. ആളെ പോയി കാണും. ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, നമുക്ക് ഇപ്പോൾ തന്നെ ഒരു യുദ്ധത്തിന് പോകണം എന്നൊക്കെ പറയും. ഈ അഗമെമ്നോൺ ആണെങ്കിൽ ഈ ഹെലനെ കൊണ്ടുപോയതിൻ്റെ പേരിലല്ല, മൂപ്പർക്ക് എങ്ങനെയെങ്കിലും കുറേ കാലമായിട്ട് ട്രോയ് പിടിച്ചെടുക്കണം എന്നുണ്ടായിരുന്നു. സോ ആള് ഗ്രീക്കിലുള്ള വേറെ കുറേ രാജാക്കന്മാരെ ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്രീക്ക് ആർമിനെ തന്നെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ട്രോയ്ക്കെതിരെ യുദ്ധത്തിനായിട്ട് പോവുകയാണ്, ഒരു ട്രോജൻ യുദ്ധത്തിന് തന്നെ. സോ ഗ്രീക്ക് ആർമി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അതിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കുറേ വാരിയേഴ്സൊക്കെ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നു. അങ്ങനെയുള്ള ഈ ഒരു ഗ്രീക്ക് ആർമിയിൽ ഉണ്ടായിരുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വാരിയർക്കുള്ള ഒരാളാണ് ഒഡീസിയസ്. ഈ ഒരു ഒഡീസിയസിൻ്റെ കഥയായിരിക്കും നമ്മൾ ഈ പറയുന്ന ഈ നോളൻ്റെ പടത്തിൽ കാണുക. സോ ഒഡീസിയസ് ഈ യുദ്ധത്തിന് പോകുന്നത് വെറുതെ ഒന്നായിരുന്നില്ല. ആൾ ഭയങ്കര ക്ലെവർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിസ്റ്റാണ്. ആൾക്ക് കുറേ യുദ്ധതന്ത്രങ്ങളൊക്കെ കുറേ അറിയാവുന്ന ഒരാളാണ്. ആൾക്കൊരു ഭാര്യയുണ്ട് പെനലോപ്പ്, ഈ ഒരു മകനുണ്ട് ടെലിമാക്കസ്. ഈ ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഈ ടെലിമാക്കസ് ജനിച്ചിട്ടേ ഉള്ളൂ. ആൻഡ് ഈ ഒഡീസിയസ് മാത്രമല്ല, ഈ ഒരു ഗ്രീക്ക് ആർമിയിൽ വേറെയും കുറേ വാരിയേഴ്സ് ഉണ്ട്. ഈ പറയുന്ന മെനലോസ് ഉണ്ട്, മൂപ്പറുടെ ബ്രദർ. ദെൻ അയാക്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അജാക്സ് ആണോ അയാക്സ് ആണോ എന്നറിയില്ല, നമ്മുടെ ഈ പേരിലുള്ളൊരു ഫുട്ബോൾ ക്ലബ്ബ് തന്നെ ഉണ്ട്. ദെൻ ഇവരെല്ലാത്തിലും ഉപരി അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വാരിയേഴ്സിൽ ഒരായിരുന്നു അക്കിലീസ്. പക്ഷേ ഈ അക്കിലീസിന് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. മെയിനായിട്ട് ഈ അഗമെമ്നോണെ മൂപ്പർക്ക് പറ്റുകയില്ല. അതിന് മെയിൻ സംഭവം ഈഗോ ക്ലാഷ് ആണ്. പക്ഷേ ഇത്രയും വലിയൊരു യുദ്ധം അക്കിലീസ് ഇല്ലാതെ നടക്കൂല, അല്ലാണ്ട് ജയിക്കാൻ പറ്റില്ല എന്ന് ഒഡീസിയസിന് അറിയായിരുന്നു. സോ ഒഡീസിയസ് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ട് നേരെ പോയത് ഈ അക്കിലീസിൻ്റെ നാട്ടിലേക്കാണ്. അവിടെ പോയി അക്കിലീസിനെ ഒരു തരത്തിലൊക്കെ കൺവിൻസ് ചെയ്ത് മൂപ്പരുടെ അമ്മേനെ കൊണ്ടൊക്കെ പറയിപ്പിച്ച്, അമ്മ ഒന്ന് പറയും, നീ ഇങ്ങനെ വെറുതെ നടന്നാൽ പോരാ, നിൻ്റെ പേര് മരിച്ചാലും നാട്ടുകാരൊക്കെ അറിയണം. ഫസ്റ്റ് നീ ഇപ്പോഴും വലിയൊരു വാരിയറാണ്, പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ടും അക്കിലീസ് ആരാണെന്ന് ലോകം അറിയണം എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റൊക്കെ ചെയ്യിപ്പിച്ച് അക്കിലീസിനും കൂടി ഈ യുദ്ധത്തിന് അയക്കും. അങ്ങനെ ഈ ഒരു ഗ്രീക്ക് ആർമി മുഴുവൻ ഇപ്പോൾ വരാം, ജസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങുന്നത്. ഒഡീസിയസൊക്കെ ആളുടെ ഭാര്യയായ പെനലോപ്പിൻ്റെ അടുത്ത് മകനായ ആ ഒരു കുഞ്ഞുകുട്ടി കൈക്കുഞ്ഞിനൊക്കെ എടുത്ത് നോക്കിയിട്ട് ഒരു 1-2 ആഴ്ച മാക്സിമം, ഏറിപ്പോയി ഒരു മാസം, അത് കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോക്ക്. പക്ഷേ ഇവരെല്ലാവരും കൂടി യുദ്ധത്തിന് പോയി ട്രോയുടെ തീരത്ത് കപ്പലിറക്കി. പക്ഷേ ഇവർ ഉദ്ദേശിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത്. ട്രോയ് എന്ന് പറഞ്ഞ ഒരു വലിയ നഗരമാണ്, ഭയങ്കര ഒരു പുരാതന നഗരമാണ്. അതിൻ്റെ കോട്ടകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം വലുതാണ്. ആർക്കും ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ കോട്ടകളാണ് ഈ ട്രോയുടെ നഗരത്തിനുള്ളത്. സോ ഇവർ വിചാരിച്ചത് 1-2 ആഴ്ചകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ ട്രോയിനെ ഇൻഫിൽട്രേറ്റ് ചെയ്യാമെന്നാണ്. പക്ഷെ നടന്നില്ല. ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. അങ്ങനെ 1-2 അല്ല, 10 വർഷം അവരവിടെ നിന്നു. 10 വർഷമായിട്ട് ഒരു രക്ഷയില്ല.
തൊട്ടാൻ പറ്റുന്നില്ല. അവരതിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ കുറച്ച് രാജ്യങ്ങളും ചെറിയ കുറച്ച് ടൗൺസുകളൊക്കെ വില്ലേജുകളൊക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അതൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഈ ട്രോയ് എന്ന് പറഞ്ഞാൽ ആ ഒരു നഗരം മാത്രം അവർക്ക് തൊട്ടാൻ പറ്റിയില്ല. സോ അങ്ങനെ ഒരു ഗ്രീക്ക് ആർമി മുഴുവൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഈ അഗമെമ്നോടും ഈ അക്കിലീസും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് വരുന്നത്. ഒന്നാമത് ഇവർ തമ്മിൽ ഈഗോ ക്ലാഷ് ആണ്. ഇത്രയും വലിയൊരു വാരിയറാണ് അക്കിലീസ് എങ്കിലും അഗമെമ്നോടെ പുല്ല് വിലയായിരുന്നു ഈ ചങ്ങായിക്ക്, ഒരു പട്ടിയുടെ വില. ഈ അഗമെമ്നോൺ പറയുന്ന ഒരു കാര്യം അക്കിലീസ് കേൾക്കില്ല. അതുകൊണ്ട് തന്നെ മൂപ്പര് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ട്രോയുടെ പരിസരത്തുള്ള ചെറു ഗ്രാമങ്ങളൊക്കെ ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്ത സമയത്ത് ഇവർക്ക് അവിടെ നിന്ന് 2 പെൺകുട്ടികളെ കിട്ടും, ക്രൈസിസും ബ്രൈസിസും. ഞാൻ ഈ പറയുന്ന പേരുകളൊക്കെ ഒരു പക്ഷേ കറക്റ്റ് ആവണമെന്നില്ല, വന്ന് പൊളിക്കരുത്. ഗ്രീക്ക് പേരുകളാണ്, അത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നതിന് നമുക്ക് കിട്ടില്ല. സോ ഈ 2 പെൺകുട്ടികൾ ആരാന്ന് വെച്ചാൽ ക്രൈസസ് എന്ന് പറഞ്ഞ ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ ട്രോയുടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോളോ ദേവനെ ആരാധിക്കുന്ന ആളാണ്. ആളുടെ 2 മക്കളാണ്. സോ ഈ 2 മക്കളെ പിടിച്ചുകൊണ്ട് പോയതിൽ ഈ ക്രൈസിസ് എന്ന് പറഞ്ഞ പെൺകുട്ടീനെ നമ്മുടെ അഗമെമ്നോണും ഈ ബ്രൈസിസ് എന്ന് പറഞ്ഞ പെൺകുട്ടീനെ നമ്മുടെ അക്കിലീസും പിടിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ കൺക്യുബൈൻ ആക്കിയിരിക്കുകയാണ്. സോ ഈ മക്കളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞ ഒരു പ്രീസ്റ്റ് കുറേ അധികം ഓഫറുകൾ കൊടുത്തെങ്കിലും ഇവരൊന്നും കേട്ടില്ല. അഗമെമ്നോൺ അവരെ കൊടുക്കൂല എന്ന് പറഞ്ഞു, ഇവർ തന്നെ കയ്യിൽ വെക്കുന്നു പറഞ്ഞു. അങ്ങനെ ആയപ്പോൾ ഈ പ്രീസ്റ്റ്, ഞാൻ ഈ പറഞ്ഞു അപ്പോളോ ദേവനെ ആരാധിക്കുന്ന ആളാണ്, ഇയാൾ പറഞ്ഞ് അപ്പോളോ ദേവൻ, ഈ പറയുന്ന ഗ്രീക്ക് മിത്തോളജിയിൽ ഫുള്ളും ഈ പറയുന്ന മനുഷ്യർ മാത്രമല്ല ദൈവങ്ങളും മോൺസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ പല പല ദൈവങ്ങൾ ഇവർ ആരാധിക്കുന്നതും അല്ലെങ്കിൽ ഒരു ദൈവങ്ങൾ ഡയറക്റ്റായിട്ട് ഇറങ്ങി വന്ന് യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പക്ഷേ ഇതൊക്കെ സിനിമയിൽ വരുമെന്ന് എനിക്കറിയില്ല, അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ നമുക്ക് കണ്ട് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഇപ്പോൾ ട്രോയ് എന്ന് പറഞ്ഞ സിനിമയിൽ അങ്ങനത്തെ ദൈവങ്ങളുടെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ദൈവങ്ങളെ ആരാധിക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഡയറക്റ്റായിട്ട് ദൈവങ്ങൾ വന്ന് യുദ്ധത്തിൽ പങ്കെടുക്കുക ആ ഒരു സെറ്റപ്പ് ഒന്നും ആയിരുന്നില്ല. സോ ഇതുപോലെ ഈ അപ്പോളോ ദേവനെ ആരാധിച്ച് കഴിഞ്ഞപ്പോൾ ആള് ഈ ഒരു ഗ്രീക്ക് ക്യാമ്പിൽ മുഴുവൻ ഒരു പ്ലേക്ക് ഉണ്ടാക്കി, ഒരു മുഴുവനായിട്ട് ഒരു മഹാമാരി തന്നെ ഉണ്ടാക്കി. സോ കുറേ ഗ്രീക്ക് ആർമി ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് അക്കിലീസ് പറഞ്ഞു, ഇതിങ്ങനെ വിട്ടാൽ പോരാ, നമുക്ക് ഈ പെൺകുട്ടികളെ തിരിച്ചു കൊടുക്കണം, എന്നാലും ഇതിനൊരു അന്ത്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു നിവർത്തിയില്ലാതെ അഗമെമ്നോൺ ഈ ക്രൈസിസ് എന്ന് പറഞ്ഞ പെൺകുട്ടീനെ തിരിച്ചു കൊടുത്തു. പക്ഷെ ആ ഒരു ദേഷ്യത്തിൽ അഗമെമ്നോൺ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആളുടെ കയ്യിലുള്ള കൺക്യുബൈൻ ഈ ക്രൈസിസ് എന്ന് പറഞ്ഞ പെൺകുട്ടീനെ തിരിച്ചു കൊടുക്കേണ്ടി വന്നതുകൊണ്ട് ഈ ബ്രൈസിസ് എന്ന് പറഞ്ഞാൽ അക്കിലീസ് കൂടെ താമസിപ്പിച്ച ആൾ കൺക്യുബൈനായിട്ട് വെച്ച ആ ഒരു പെൺകുട്ടീനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അതിനെ പിടിച്ചുകൊണ്ടുപോയി. സോ ഇതിൻ്റെ പേരിലാണ് ഇവർ രണ്ടുപേരും ഉള്ള അടി കൂടിയത്, ഭയങ്കര രൂക്ഷമായിട്ടുള്ള അടിയായി. പിന്നെ അങ്ങോട്ട് അക്കിലീസ് പറഞ്ഞു, ഞാൻ ഇല്ല കളിക്ക്, നീ ഒറ്റയ്ക്ക് പോയി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇനി ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞാൽ അക്കിലീസ് യുദ്ധത്തിൽ നിന്ന് മാറി നിന്നു. പക്ഷേ ഇത് കണ്ട ഒഡീസിയസ് ടെൻഷനായി. കാരണം ഈ ഒരു പെൺകുട്ടിയുടെ പേരിൽ ഈ 2 മാടുകളും കൂടി ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കിയിട്ട് അനുഭവിക്കുന്നത് ഗ്രീക്ക് ആർമി മൊത്തമാണ്. ഇവർ നാണക്കേടാണ് ബാക്കിയുള്ളവർക്ക് മുഴുവനായിട്ട് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഒറ്റ പെൺകുട്ടിയുടെ പേരിൽ ഈ വലിയ ഒരു രാജാവും ഒരു വാരിയറും തമ്മിൽ അടി, ഇയാൾ പങ്കെടുക്കില്ല എന്നും പറഞ്ഞു. ഗ്രീക്ക് ആർമി മുഴുവനായിട്ട് ക്ഷയിച്ചു പോയിരിക്കുകയാണ്. അക്കിലീസ് ഇല്ലാതെ ഈ പരിപാടി തന്നെ നടക്കില്ല എന്ന് പറഞ്ഞു. ഒഡീസിയസ് ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് പെട്രോക്ലസ് എന്ന് പറഞ്ഞ് ഈ ഒരു അക്കിലീസിൻ്റെ കൂടെ തന്നെയുള്ള ആളുടെ ഒരു കമ്പാനിയൻ ഉണ്ട്, പണ്ട് മുതലേ സ്പാർട്ടയിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ടുള്ള ഒരു കമ്പാനിയൻ. ഇയാൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അക്കിലീസ് ഇല്ലാത്തൊരു ഗ്യാപ്പിൽ ആളുടെ ആർമറൊക്കെ ഇട്ട് ഡയറക്റ്റായിട്ട് യുദ്ധത്തിന് പോകും. ആ സമയത്ത് ട്രോയിലെ രാജകുമാരനായ ഹെക്ടർ ഇത് അക്കിലീസ് ആണെന്ന് വിചാരിച്ചിട്ട് ഈ പയ്യനെ കൊല്ലും. ഈ പെട്രോക്ലസ് എന്ന് പറഞ്ഞ പയ്യനെ അങ്ങോട്ട് കൊല്ലും. ഇത് വേണമെന്ന് വെച്ച് ചെയ്തതല്ല, പക്ഷേ ഇൻറ്റൻഷ്യലി ചെയ്തതല്ല, ആളാണെന്ന് അക്കിലീസ് ആണെന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ ഈ കാര്യമാണ് അക്കിലീസിനെ ചൊടിപ്പിക്കുക. അക്കിലീസ് അപ്പം തന്നെ ഇറങ്ങിയിട്ട് ഹെക്ടറായിട്ട് ഒരു ഡുവലിന് പോകും. ഇവർ രണ്ടുപേരും കൂടി യുദ്ധം നടത്തും. ഹെക്ടർ മരിക്കും. ഹെക്ടറിൻ്റെ ബോഡി വലിച്ചഴിച്ചു കൊണ്ടുവരും. ഇതൊക്കെ നമുക്ക് ട്രോയ് എന്ന് പറഞ്ഞ പടത്തിൽ അതേപോലെ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ഹെക്ടറിൻ്റെ ബോഡി ഒന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രിയാം രാജാവ് വന്ന അക്കിലീസിനോട് കെഞ്ചുന്ന കുറേ സീനുകളൊക്കെ നമ്മൾ ട്രോയ് യുദ്ധത്തിലൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ ട്രോയിലെ പ്രിയാം രാജാവിൻ്റെ വിഷമം കണ്ട് അക്കിലീസ് ഈ ഹെക്ടറിൻ്റെ ബോഡി പ്രിയാം രാജാവിന് തിരിച്ചു കൊടുക്കുന്നത് വരെയാണ് ഇലിയഡ് എന്ന് പറഞ്ഞ കഥ നിർത്തുന്നത്. പക്ഷേ ട്രോയ് എന്ന് പറഞ്ഞ സിനിമ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ട്രോജൻ വാറും ഈ ഒരു ട്രോജൻ ഹോഴ്സിൻ്റെ ഒരു ഇവൻറ്റും ഒക്കെ തന്നെ ഇലിയഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഡയറക്റ്റായിട്ട് പറയുന്നത് ഈ ഒഡീസിയസ് പറഞ്ഞ ബുക്കിലാണ്, അല്ലെങ്കിൽ ആ ഒരു പോയത്തിലാണ്. അങ്ങനെ ഹെക്ടർ മരിച്ചിട്ടും വർഷത്രയും കഴിഞ്ഞിട്ടും ഈ യുദ്ധം മാത്രം തീരുന്നില്ല. ഏകദേശം 10 വർഷക്കാലമായി. സോ എങ്ങനെങ്കിലൊക്കെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒഡീസിയസ് ഒരു വലിയൊരു പ്ലാൻ ഇറക്കും. ഒരു മരത്തിൻ്റെ ഒരു കുതിര ഉണ്ടാക്കും, ഒരു ട്രോജൻ ഹോഴ്സ് എന്ന് പറയും. ഈ പഴയ ആൻഷ്യൻ ഗ്രീക്കുകാരൊക്കെ ഭയങ്കര അധികം സൂപ്പർസ്റ്റീഷ്യസ് ആണ്, ഗ്രീക്കുകാരും ട്രോയ്ക്കാരും എല്ലാവരും. സോ ട്രോയ്ക്കാർ വന്ന് നോക്കിയപ്പോൾ ഈ ഗ്രീക്കുകാർ യുദ്ധത്തിൽ തോറ്റു, അവർ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഇത്രയും കാലം അവർ ബുദ്ധിമുട്ടിച്ചതിന് അവരൊരു വലിയൊരു കുതിരനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ദൈവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ആരാധന അല്ലെങ്കിൽ ഒരു അർപ്പണം എന്ന രീതിയിൽ. സോ ഇതിനെടുത്തിട്ട് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അവിടെ തന്നെ 2 വിഭാഗം ഉണ്ടായി. ഇത് വേറെ എന്തെങ്കിലും ചതിയായിരിക്കും, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയാൽ മതി, എന്തായാലും ഗ്രീക്കുകാർ പോയാലും നമുക്ക് സമാധാനമായി, നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വേറൊരു ഗ്രൂപ്പും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇല്ല, ഗ്രീക്കുകാർ തോറ്റുപോയത് ശരിയാണ്, പക്ഷേ ഇവർക്ക് ദൈവങ്ങൾക്ക് കൊടുത്തതാണ്, ഇത് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു ചെറിയ പൂജയൊക്കെ നടത്തി സെറ്റപ്പ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരെന്ത് ചെയ്യും, ഇതിനെടുത്ത് നേരെ നാട്ടിലേക്ക് കൊണ്ടുവരും. അവരുടെ കൊട്ടാരത്തിനകത്തേക്ക്, ഈ ട്രോയ് കോട്ടയ്ക്കകത്തേക്ക് ഇതിനെ കയറ്റും. വലിയ ആഡംബരം, വലിയ ഒരു ആഘോഷം, ഒരു ഉത്സവമൊക്കെ നടത്തിയിട്ട്. പക്ഷേ ഒഡീസിയസ് അതിനകത്ത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വലിയ ചതിയായിരുന്നു. ഈ ഒരു മരക്കുതിര, ഈ ഒരു ട്രോജൻ ഹോഴ്സ് വലിയ കൂറ്റൻ ഒരു ഹോഴ്സാണ്. ഇതിനകത്ത് ഒരു 10-30ഓളം
ഗ്രീക്ക് വാരിയേഴ്സ് അതിനകത്തുണ്ടായിരുന്നു. ഗ്രീക്കുകാരുടെ തന്നെ ഏറ്റവും കിടിലൻ കുറേ വാരിയേഴ്സ്, അക്കിലീസും ഒഡീസിയസും ഉൾപ്പെടെയുള്ള കുറേ വാരിയേഴ്സ്. സോ ഈ ട്രോജൻ ഹോഴ്സുമായിട്ട് ഈ ട്രോയ്ക്കകത്തേക്ക് കയറിയ ഈ ഒരു ട്രോയ്ക്കാർ മുഴുവൻ അന്ന് യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞ് അന്ന് രാത്രി ഫുള്ള് ആഘോഷിച്ച് മതിമറന്ന് വെള്ളക്കടിച്ച് നല്ല സൈഡായിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ കുതിരയ്ക്കകത്തിരിക്കുന്ന ഈ ഗ്രീക്ക് പടയാളികൾ മെല്ലെ അതിനെ പുറത്ത് വന്ന് ഈ ഇവരുടെ ഒരു കോട്ടയുടെ ഒരു മതിൽ തുറന്നു കൊടുക്കും. ഈ സമയത്ത് ദൂരെ തമ്പടിച്ചിരുന്ന ഗ്രീക്ക് ആർമി മുഴുവൻ എരച്ചങ്ങോട്ട് കയറും ആ ഒരു ട്രോയ് എന്ന് പറഞ്ഞ ആ ഒരു കോട്ടയ്ക്കകത്ത്. അന്ന് രാത്രി ട്രോയ് വീഴും. ട്രോയ് ഫുള്ളായിട്ട് കത്തി നശിക്കും. പ്രിയാം രാജാവും മരിക്കും. അവിടെയുള്ള ആ ട്രോയ് നഗരത്തെ മുഴുവൻ തന്നെ കൊന്നെടുക്കും. പക്ഷെ ആ ബാറ്റിലിനിടയിൽ വെച്ചിട്ട് ഇതിനെല്ലാം തിരികൊളുത്തിയ നമ്മുടെ ആ ഒരു പാരീസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, നമ്മുടെ ഹെലനെ തട്ടിക്കൊണ്ടുപോയ പാരീസ്, ആളുടെ ഒരു അമ്പ് കൊണ്ട് നമ്മുടെ അക്കിലിസ് മരിക്കും. നമ്മുടെ കുതികാലിനാണ്, ആളുടെ കാലിനാണ് ഈ ഒരു അമ്പ് കൊള്ളുക. സോ അങ്ങനെ അക്കിലിസ് അവിടെ വെച്ച് മരണപ്പെടുകയാണ്. പക്ഷെ ബാക്കിയുള്ള ഗ്രീക്കാരെ മുഴുവൻ ഈ ട്രോയ് മുഴുവനായിട്ട് അങ്ങനെ കൊന്നൊടുക്കും. ആൻഡ് ആക്ച്വലി ഒഡീസിയസിൽ ആ ഒരു ബുക്കിൽ പറയുന്നതനുസരിച്ച് ഈ ഒരു ഹെലനെ തിരിച്ച് നമ്മുടെ മെനലോസ് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരും. മെനലോസിൻ്റെ കൂടെ ആയിരുന്നു പിന്നെ ഹെലൻ ജീവിച്ചത്. പക്ഷേ മറ്റേ നമ്മുടെ ട്രോയ് എന്ന് പറഞ്ഞ പടത്തിൽ അങ്ങനെയൊന്നുമല്ല, വേറെ അഡാപ്റ്റേഷനാണല്ലോ, അത് വേറെ രീതിക്കായിരുന്നു. അതിൽ ഈ ഒരു ഹെലനും പാരീസൊക്കെ തന്നെ നാട് വിടുന്നു രക്ഷപ്പെടുന്നതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഈ ഹെലൻ എവിടെ നിന്നാണോ ഹെലൻ പോയത്, ഹെലൻ ഓഫ് സ്പാർട്ട ആയിരുന്നു, ആ ഹെലൻ ഓഫ് ട്രോയ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഹെലൻ ഓഫ് സ്പാർട്ടയാവും, തിരിച്ച് സ്പാർട്ടയിൽ പോയി മെനലോസിൻ്റെ കൂടെ ജീവിക്കും. സോ ഈ 10 വർഷത്തെ യുദ്ധത്തിന് ശേഷം ഈ ഗ്രീക്ക് ആർമി മുഴുവൻ മടുത്തിരിക്കുകയാണ്. എങ്ങനെങ്കിലും ഒന്ന് നാടെത്തിയാൽ മതിയായിരുന്നു. കാരണം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു, 2 ആഴ്ചയിൽ വരാമെന്ന് പറഞ്ഞ് പോയതാണ്. അറൗണ്ട് ഒരു 10 വർഷമായി ഇപ്പോൾ. സോ എങ്ങനെയെങ്കിലൊക്കെ ഒരു നാടെത്താന്ന് പറഞ്ഞു ഒട്ടുമിക്ക ഗ്രീക്ക് ആർമി മുഴുവൻ ഡിപ്പാർച്ചർ ചെയ്തു. അഗമമ്നോണും മെനലോസും ഹെലനും ഒക്കെ തന്നെ നാട്ടിലേക്ക് പോയി. അതേപോലെ തന്നെ ഒഡീസിയസും ആളുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി മൂപ്പര് കൊണ്ടുവന്ന ആ ഒരു ഒഡീസിയസിൻ്റെ ആർമി മുഴുവൻ, ആ ഒരു ഇത്തേക്കലുള്ള ബാക്കിയുള്ള മൂപ്പരുടെ കൂടെയുള്ള ഒരു ആർമിയായിട്ട് ഒഡീസിയസും ഇതേപോലെ തന്നെ നോർമലായിട്ട് ഇറങ്ങിത്തിരിക്കും. പക്ഷെ അന്ന് ആളറിഞ്ഞില്ല മൂപ്പര് ഇറങ്ങിത്തിരിക്കുന്നത് അതിലും വലിയ ദുരന്തത്തിലേക്കാണെന്നുള്ളത്. സോ ട്രോയ് വിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴി ഇവർ നേരെ പോയത് തൊട്ടടുത്ത് സിക്കോൺസ് എന്ന് പറഞ്ഞ മറ്റൊരു സിറ്റിയിലേക്കാണ്. ഈ ട്രോയ് മുഴുവനായിട്ട് കത്തിച്ചത് കൊണ്ട് അവിടെ നിന്ന് വലിയ സപ്ലൈസ് ഒന്നും ഇവർക്ക് കിട്ടില്ല. ഇവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. സോ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ സിക്കോൺസ് എന്ന് പറഞ്ഞ നാട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഇവർ ഡയറക്റ്റായിട്ട് ആ ഒരു സിറ്റിയിൽ പോയത് കൊണ്ട് ആ സിറ്റിയിലുള്ള ആൾക്കാർക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ അങ്ങനെ ഒരു യുദ്ധം പ്രതീക്ഷിക്കാത്തതുകൊണ്ട് സിക്കോൺസിലുള്ള ആൾക്കാർ മുഴുവൻ പെട്ടെന്ന് തന്നെ ഇവർ കൊന്നൊടുക്കി. അപ്പോൾ തന്നെ ഒഡീസിയസ് പറയുന്നത് മതി, ഇനി നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാം. പക്ഷേ ഗ്രീക്ക് ആർമി മുഴുവൻ നമ്മളിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടല്ലേ, ഇന്നൊരു നൈറ്റ് ഇവിടെ കിടന്നിട്ട് നാളെ പോകാമെന്ന് പറഞ്ഞ് അവരവിടെ റെസ്റ്റ് ചെയ്യാം. പക്ഷെ അന്ന് രാത്രി തന്നെ ഈ ഗ്രീക്കുകാർ വന്ന സമയത്ത് സിക്കോൺസിൽ നിന്നും ഓടി രക്ഷപ്പെട്ട കുറച്ച് ആൾക്കാർ മറ്റ് രാജ്യങ്ങളിൽ പോയി, അവരുടെ തൊട്ടുള്ള അയൽ രാജ്യങ്ങളിൽ പോയിട്ട് കുറേ ആൾക്കാരെയും കൂട്ടി വന്ന് ഈ ഉറങ്ങിക്കിടക്കുന്ന ഗ്രീക്ക് ആർമിയുടെ നേരെ ഇങ്ങോട്ട് ഇറങ്ങും. സോ കുറേ പേര് ആ ഒരു ചെറിയൊരു ബാറ്റിൽ മരിക്കും. സോ അപ്പോൾ തന്നെ ഇവരൊക്കെ റിട്രീവ് ചെയ്യും. പെട്ടെന്ന് എല്ലാവരും കണ്ടവഴി വിട്ട് നേരെ കപ്പലിൽ കയറി സ്ഥലം വിടും. അത് കഴിഞ്ഞ് ഇവർ യാത്ര ചെയ്ത് ഇത്താക്കയുടെ ഏകദേശം അടുത്ത് എത്താറാകുമ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടാവും, കടല മുഴുവനായിട്ട് ഇളകി മറിച്ചു. സോ അവർക്ക് ഇത്താക്കയിൽ അടുപ്പിക്കാൻ പറ്റില്ല. ഇവർ പോയിട്ട് വേറൊരു ഐലൻഡിൽ പോയി പെടും. ഇനിയിപ്പോൾ സിക്കോൺസ് പോലെ തന്നെ ഇവിടെ വേറെ എന്തെങ്കിലും വള്ളി നമ്മളെ കാത്തിരിക്കണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒഡീസിയസ് എല്ലാവരും ഇറക്കാതെ ഒരാൾക്ക് വിശ്വാസമുള്ള ഒരു 2-3 പടയാളികൾ മാത്രം വിട്ടിട്ട് എന്താണ് ഈ ഐലൻഡിലുള്ള ആരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് പോയി അന്വേഷിച്ചിട്ട് വരാൻ പറയും. പക്ഷെ കുറേ ആയിട്ടും ഈ ആദ്യം പോയ 3 പേരെ പിന്നെ കാണാനില്ല. സോ അവരന്വേഷിച്ച് പിന്നെയും ഒഡീസിയസും ബാക്കിയുള്ളവരൊക്കെ പോയ സമയത്താണ് ഈ ഐലൻഡ് ലോട്ടസ് ഈറ്റേഴ്സിൻ്റെ ഐലൻഡാണെന്ന് മനസ്സിലാക്കുന്നത്. അതായത് അവിടെയുള്ള ആൾക്കാർ മുഴുവൻ ലോട്ടസ് ഫ്രൂട്ട് ഉണ്ട്, ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നവരാണ്. ഈ ഒരു ഫ്രൂട്ട് കഴിച്ചാലുള്ള പ്രശ്നം ബാക്കിയുള്ളതൊക്കെ നമ്മൾ മറന്നുപോകും. നമ്മൾ ആരാണ്, എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു കംപ്ലീറ്റ് കാര്യങ്ങൾ മറന്നുപോയി നമ്മൾ ആ ഒരു ഐലൻഡിൽ സ്റ്റക്കായി പോകുന്നൊരു സിറ്റുവേഷനാണ് ഈ ഒരു ലോട്ടസ് ഫ്രൂട്ട് കഴിച്ചാൽ. സോ അങ്ങനെ ഓൾറെഡി ഒഡീസിയസിൻ്റെ കൂട്ടത്തിൽ പോയിട്ടുള്ള ഒരു 3 പേരും ഇത് കഴിച്ച് അവിടെ എല്ലാം മറന്നിരിക്കുകയാണ്. പക്ഷേ ഈ ലോട്ടസ് ഫ്രൂട്ടിലുള്ള ചതി മണത്തറിഞ്ഞ നമ്മുടെ ഒഡീസിയസ് ആ 3 പേര് അവിടെ വിട്ടിട്ട് പോകാതെ അവരെ പിടിച്ചു വലിച്ചു ഒരു തരത്തിൽ കപ്പലിൽ കയറ്റി പിന്നെ ഇവർ യാത്ര തുടങ്ങും. ഇത് കഴിഞ്ഞ് ഇവർ നേരെ പോയെത്തുന്നത് സൈക്ലോപ്സ് ഒക്കെ ജീവിക്കുന്ന വേറൊരു വലിയ ഐലൻഡിലാണ്. സൈക്ലോപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒറ്റക്കണ്ണുള്ള വലിയ ജയൻസ് ആണ്. സോ ഈ സൈക്ലോപ്സ് എന്ന് പറയുന്നത് പൊതുവേ കടലിൻ്റെ ദൈവമുണ്ട് പൊസൈഡോണിൻ്റെ മക്കളാണ് എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ഈ സൈക്ലോപ്സ് എല്ലാവരും ആടിന് വയ്ക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ആട്ടിടയന്മാരെന്നുള്ള രീതിയിലുള്ള ജയൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒഡീസിയസ് സംഘം ആദ്യം അവിടെ എത്തി നോക്കിയപ്പോൾ ആ ഐലൻഡിൽ ആരും കണ്ടില്ല, ഈ സൈക്ലോപ്സ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇവർ വലിയൊരു ഗുഹയിൽ പോയി. ആ ഗുഹയിൽ പോയപ്പോൾ അവിടെ കുറേ ആടുകളും കുറേ ഭക്ഷണങ്ങളും കുറേ ചീസും അതും വലിയ വലിയ സാധനം. സോ ഇവരുടെ മെയിൻ ഉദ്ദേശം ഇവരുടെ കയ്യിൽ അതായത് ഒഡീസിയസിൻ്റെ കപ്പലിൽ കുറേ വൈനുകൾ ഉണ്ടായിരുന്നു, നല്ല വീര്യമുള്ള വൈന്. ഇത് കൊടുത്ത് അവിടെയുള്ള ആടുകളെയും മാടുകളൊക്കെ തന്നെ ട്രേഡ് ചെയ്ത് തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ അതിനെ വിറ്റ് ഇതിന് വാങ്ങുക എന്നുള്ള രീതിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന വൈനൊക്കെ എടുത്ത് ഇവർ ആ ഗുഹയ്ക്കകത്ത് കയറിയപ്പോൾ അവരവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഫുള്ള് കണ്ണത് ഫുള്ള് ഈ ഗ്രീക്ക് ആർമി മുഴുവൻ എടുത്ത് തിന്നു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കൂടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ഇനി മതി, ഇനി നമുക്ക് സ്ഥലം വിടാം, ഇനി വേറെ ആരെങ്കിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒഡീസിയസ് പറഞ്ഞു അല്ല അത് ശരിയല്ല, അത് മര്യാദ അല്ല,
മാനം കെട്ട പരിപാടി നമ്മൾ കാണിക്കാൻ പാടില്ല. ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ്, അല്ലെങ്കിൽ ഗുഹയിൽ ആരാണോ താമസിക്കുന്നത്, ഈ ഭക്ഷണത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്, ഇവർ വന്നിട്ട് നമ്മളതൊക്കെ കഴിച്ചിട്ടുണ്ട്, നമ്മളതിൽ വീനുണ്ട്, ഇത് കയ്യിൽ വെച്ചോ ഇനി ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞു ഒരു യാത്ര പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഒഡീസീസ് അവിടെ വെയിറ്റ് ചെയ്തു. ഏറ്റവും വലിയ മണ്ടത്തരം. ഇവരിങ്ങനെ കാത്തിരുന്ന് അവസാനം വന്നത് ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല, ഒരു വലിയ സൈക്ലോപ്സ് ആയിരുന്നു. അവളുടെ പേര് പോളിഫീമസ്. സോ ഒരു ഒറ്റക്കണ്ണുള്ള പോളിഫീമസ് എന്ന് പറഞ്ഞ സൈക്ലോപ്സ് കയറി വന്നത്. ഇത് ഈ മനുഷ്യരൊക്കെ കണ്ടതും അപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒഡീസീസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ പിടിച്ചങ്ങോട്ട് തിന്നു. ഇത് കണ്ട ആ ഒരു ആർമി മുഴുവനായിട്ട് അങ്ങോട്ട് പേടിച്ചു. എന്നിട്ട് ഇവരൊക്കെ ഓടി രക്ഷപ്പെട്ട് പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗുഹയുടെ വാതിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻട്രൻസ് ഒരു വലിയ കല്ല് വെച്ച് അടച്ചു. ആ ഒരു കല്ലെന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു 10-14 കുതിരകൾ ഒരുമിച്ച് വലിച്ചാൽ പോലും തുറക്കാൻ പറ്റാത്ത അത്രയും വലിയ കല്ലാണെന്നുള്ളതാണ്. ഒരു ജയൻ്റാണ്. ആ ഒരു ജയൻ്റ് മൂടി വെച്ചാൽ നമുക്കറിയാമല്ലോ, അനക്കാൻ പറ്റില്ല. സോ ഇവർ അതിനകത്ത് ട്രാപ്പ് ആൻഡ് ഈ 2 പേരെ കഴിച്ചു കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം രാവിലെയും ഇതേപോലെ ഈ ജയൻ്റ് എണീറ്റ് പിന്നെയും 2 പേരെ കഴിക്കും. എന്നിട്ട് ആൾ പുറത്തിറങ്ങി ആടുകളൊക്കെ പുറത്തിറക്കിയിട്ട് ഈ ഗുഹയുടെ വാതിലടച്ച് അവിടെ നിന്ന് സ്ഥലം വിടും. അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒഡീസീസ് ഒരു പ്ലാൻ ഇടും. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നമുക്ക് രക്ഷപ്പെടണം. അതിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു വലിയൊരു മരത്തിൻ്റെ കൊമ്പ് അവരൊരു കൂർത്ത് അത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗുഹയ്ക്കകത്ത് തന്നെ. വൈകുന്നേരം ആയപ്പോൾ ഈ പോളിഫീമസ് സാധാരണ പോലെ വന്ന് ആ ഒരു കല്ലുരുട്ടി മാറ്റി ഈ ഗുഹയ്ക്കകത്തേക്ക് കയറി. എന്നിട്ട് പിന്നെയും ഒഡീസീസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു 2 പേരെ എടുത്ത് തിന്നു. അങ്ങനെ അവരും കഴിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒഡീസീസ് പോയി പറയും, ഓൾറെഡി നിങ്ങളിപ്പോൾ ഈ മനുഷ്യരെ കഴിച്ചതല്ലേ, ഇത് തൊണ്ടയിൽ കൊടുക്കും, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് വീഞ്ഞുണ്ട്, ഇതൊന്ന് കുടിച്ച് നോക്കുക, അപ്പോൾ ഇത് തൊണ്ടയിൽ നിന്ന് ഇറങ്ങും, നല്ലതാണ്, മനുഷ്യരെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന വൈനാണെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ വീര്യം കൂടിയ വൈന് ഈ ഒരു പോളിഫീമസിന് കൊടുക്കും. ഈ സൈക്ലോപ്സ് ആണെങ്കിലോ ഇത് കുടിച്ച് മെല്ലെ മയക്കത്തിലേക്ക് പോകുന്ന വഴി ഇടയ്ക്കിടയ്ക്ക് ഈ സൈക്ലോപ്സ് ചോദിക്കുന്നുണ്ട്, നീ ആരാണെന്ന് പറഞ്ഞ് ഒഡീസിയസിനോട്. പക്ഷെ ഒഡീസിയസ് തൻ്റെ സ്വന്തം പേരല്ല പറയുന്നു, അവൻ്റെ പേര് നോബഡി എന്ന് പറയും, അല്ലെങ്കിൽ ഞാൻ ആരുമല്ല നോബഡി എന്നുള്ള രീതിയിൽ പറയും. സോ ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് നോബഡി. അങ്ങനെ വൈന് കുടിച്ച് ഈ സൈക്ലോപ്സ് മയങ്ങി കഴിഞ്ഞു ഇവർ ഒളിപ്പിച്ച് വെച്ച ആ ഒരു കൂർത്ത ആ ഒരു കൊമ്പ് ആ ഒരു മരത്തിൻ്റെ ചില്ല ഇതെടുത്ത് ഈ സൈക്ലോപ്സിന് ആകെ ഒരൊറ്റ കണ്ണുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു കണ്ണ് ഇവരങ്ങോട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് കുത്തി അങ്ങോട്ട് പൊട്ടിക്കും. അപ്പം തന്നെ പോളിഫീമസ് ചാടി ഇറങ്ങി അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പിടിച്ച് കൊല്ലാൻ നോക്കും. പക്ഷെ ഒറ്റ കണ്ണുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പോളിഫീമസിൻ്റെ ഒച്ച കേട്ട് ഈ ബഹളം കേട്ട് ഇതേപോലെ പുറത്ത് താമസിക്കുന്ന വേറെ കുറേ സൈക്ലോപ്സ് ഉണ്ട്, തൊട്ടടുത്ത് ഗുഹകളിൽ താമസിക്കുന്ന സൈക്ലോപ്സ് ഉണ്ട്. ഇവർ ഗുഹയ്ക്ക് പുറത്ത് വന്ന് ചോദിക്കും, എന്താണ് പോളിഫീമസ് പ്രശ്നം, ആരാണ് നിന്നെ കൊല്ലാൻ നോക്കുന്നത്, നീ എന്തിനാണ് ഈ കിടന്ന് നിലവിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ പോളിഫീമസ് പറയും, നോബഡി ഈസ് കില്ലിങ് മീ. കാരണം ഒഡീസീസ് പറഞ്ഞിട്ടുള്ളത് അവൻ്റെ പേര് നോബഡി എന്നാണ്. ആക്ച്വലി പോളിഫീമസ് പറയുന്നത് സത്യമാണ്, നോബഡി എന്ന് പറയുന്ന ഏതൊരുത്തൻ എന്നെ കൊല്ലാൻ നോക്കുന്നതാണ് പറയുക. പക്ഷേ ഇത് പുറത്തുനിന്ന് കേൾക്കണവർ ഇവരെന്താ ഈ പറയുന്നത്, ഇവർ ഭ്രാന്ത് പിടിച്ചതെന്നൊക്കെ വിചാരിച്ച് അവർ തിരിച്ച് അവരുടെ ഗുഹകളിലേക്ക് പോകും. നോബഡി ഈസ് കില്ലിങ്, ആരും എന്നെ കൊല്ലുന്നില്ല എന്നാണ് പോളിഫീമസ് പറയുന്നത് പറഞ്ഞു. പിറ്റേ ദിവസം ഇതുപോലെ പോളിഫീമസിന് കണ്ണ് കാണാൻ പറ്റുന്നില്ല, പക്ഷേ ആടുകളെ മേയ്ക്കണം. അതുകൊണ്ട് ആൾ ഗുഹയുടെ ആ ഒരു വാതിൽ തുറന്നിട്ട് ഈ ആടുകളെ മെല്ലെ വിടും. പക്ഷേ ആടുകളുടെ കൂട്ടത്തിൽ ഈ ഗ്രീക്ക് പടയാളികളും കൂടി മെല്ലെ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓരോ ആടുകളെയും തൊട്ട് നോക്കിയിട്ടാണ് പോളിഫീമസ് വിടുക. അപ്പോൾ ഇത് കണ്ട് ഒഡീസീസ് വേറൊരു പ്ലാനും കൂടി ഇറക്കും. പിറ്റേ ദിവസം ഇതുപോലെ ആടുകൾ വിടുന്ന സമയത്ത് ഓരോ ആടുകളുടെ അടിയിൽ ഒഡീസീസ് ഓരോരോ പടയാളികൾ വെച്ചിട്ട് കെട്ടിവെച്ചിട്ടായിരുന്നു വിട്ടത്. ആ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പം കൂടിയ ഒരു ആടിന് മുകളിൽ ഒഡീസിയസ് ഇരുന്നു ഏറ്റവും അവസാനം. സോ അങ്ങനെ പോളിഫീമസ് ഇത് തൊട്ട് നോക്കുമ്പോൾ ഈ ആടുകളുടെ മുകളിൽ മാത്രമേ തൊട്ടുള്ളൂ. സോ സാധാരണ ആടുകളാണെന്ന് പറഞ്ഞ് അങ്ങനെ ആടുകളുടെ അടിയിൽ കെട്ടി തൂങ്ങിയിട്ട് എല്ലാ ഗ്രീക്കുകാരും ആ ഒരു ഗുഹയ്ക്ക് പുറത്തേക്ക് കിടക്കും. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ മിണ്ടാണ്ട് പോയാൽ മതി, പക്ഷെ ഒഡീസീസിന് അഹങ്കാരം. പുറത്തിറങ്ങി ഞാനിപ്പോൾ രക്ഷപ്പെടുന്നു കണ്ട് അവർ കപ്പലിലൊക്കെ കയറി കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ ഒഡീസിയസ് നിലവിളിച്ച് പറയും, എടാ പോളിഫീമസ് മണ്ട, എന്നെ കൊല്ലാൻ നോക്കിയത്, നിന്നെ കണ്ണുകുത്തി പൊട്ടിച്ചത്, നിൻ്റെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിയത് നോബഡിയൊന്നുമല്ല, എൻ്റെ പേര് ഒഡീസിയസ്, ഞാനിപ്പോൾ ഈ ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു ട്രോജൻ യുദ്ധത്തിൽ ആ ഒരു ട്രോയ് വാറിൽ ഏറ്റവും വലിയ പോരാളിയാണ്, ഈ എൻ്റെ പേര് മറക്കണ്ട ഒഡീസിയസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിലവിളിച്ച് പോകും. പക്ഷേ ഒഡീസിയസ് ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നായിരുന്നു. ഇത് കേട്ട് ടെൻഷനായ പോളിഫീമസ് അപ്പോൾ തന്നെ കുറേ കല്ലൊക്കെ എടുത്ത്, അവർ ജയൻസ് ആണല്ലോ, ആ ഒരു വലിയ കല്ലൊക്കെ എടുത്തിട്ട് ഈ ഒഡീസിയസിൻ്റെ കപ്പലിലേക്ക് നേരെ എറിയും. പക്ഷേ എന്തോ കഷ്ടിച്ച് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടും. പക്ഷേ ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഈ സൈക്ലോപ്സ് ആയ ഈ പോളിഫീമസിൻ്റെ ദേഷ്യം വന്ന് ആളുടെ അച്ഛനായ പൊസൈഡോണിനോട് ഈ ഒരു കാര്യം പറയും. സോ പൊസൈഡോൺ ഇത് കേട്ട് തൻ്റെ മകനായ പോളിഫീമസിനെ ഉപദ്രവിച്ചു എന്നുള്ളത് കേട്ട് ഈ ഒഡീസിയസിനെ അങ്ങോട്ട് ശപിക്കും, നീ നരകിക്കും, ഈ കടലിൽ കിടന്ന് നരകിക്കും, എത്ര കഷ്ടപ്പെട്ടാലും നിനക്ക് വീടെത്താൻ പറ്റില്ല, കൈയിൻ്റെ അറ്റത്തെത്തും പക്ഷെ കിട്ടില്ല, പോകാൻ പറ്റില്ല, ഈ ഒരു കടലിൽ തന്നെ കടന്ന് വട്ടം കറങ്ങി നരകിച്ച് നിൻ്റെ കൂടെയുള്ള എല്ലാവരും മരിക്കും, ഇനി എങ്ങാനും നീ നാടെത്തിയാൽ നീ മാത്രമേ എത്തുള്ളൂ, അതും കുറേ കഷ്ടപ്പെട്ടു, പക്ഷെ നിൻ്റെ കൂടെയുള്ള ഒരാൾ പോലും എത്തൂല എന്ന് പറഞ്ഞ് പൊസൈഡോൺ ഒരു വലിയ ശാപം അങ്ങോട്ട് കൊടുക്കും. പക്ഷെ ഒഡീസിയസിന് ഇത് അറിയില്ല. ഉപരി ഈ കാര്യം അറിയാതെയാണ് പിന്നെ ആളുടെ യാത്ര തുടങ്ങുക. അങ്ങനെ അതും കഴിഞ്ഞ് ഇവർ നേരെ പോയത് അയോളസ് രാജാവ് താമസിക്കുന്ന ഒരു ഐലൻഡിലേക്കാണ്. അയോളസ് ഇവർ സ്വീകരിച്ചവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് ഇവരുടെ കഥകളൊക്കെ കേട്ടിട്ട് ഒരു മാജിക്കൽ ഗിഫ്റ്റ് കൊടുക്കും, ഒരു തുകൽ സഞ്ചി, ഒരു ലെതർ ബാഗ്. അതിനകത്ത് കുറേ കാറ്റാണ് നിറച്ചിട്ടുള്ളത്. അതിനകത്ത് മെല്ലെ വീശുന്ന കാറ്റുകളുണ്ട്, കൊടുങ്കാറ്റുകളുണ്ട്. സോ ഈ ഒരു കാറ്റ് വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്താം എന്ന് പറഞ്ഞാണ് അയോളസ് ഇത് കൊടുക്കുന്നത്. ഇതൊക്കെ വാങ്ങിയിട്ട് ഒഡീസിയസും സംഘവും തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. സോ ഇവർക്ക് ആക്ച്വലി ആഴ്ചകളും മാസങ്ങളും എടുത്ത് പോവേണ്ടത് ഈ ഒരു കാറ്റ് ഉപയോഗിച്ച്
പെട്ടെന്ന് തന്നെ ഒരു 8-9 ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത്താക്കയുടെ അടുത്തെത്തും. പക്ഷെ അത്രയും ദിവസം ഒഡീസിയസ് ഉറങ്ങിയിട്ടേലേ, ഇനി വേറെ വള്ളികളൊന്നും പിടിക്കാൻ വയ്യ, ഇനി എങ്ങനെങ്കിലും സമാധാനമായിട്ട് നാടർത്തണം എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് ഉറക്കം പോലും മാറ്റി വെച്ചിട്ടാണ് ഒഡീസിയസ് ഒരു തരത്തിൽ ആളുടെ കപ്പൽ ആ ഒരു ഇത്താക്കയുടെ കരയുടെ അടുത്തെത്തിച്ചത്. പക്ഷെ കര കണ്ടു കഴിഞ്ഞപ്പോൾ ഒഡീസിയസിന് ഒരു സമാധാനമായി. സോ ഇനി കുറച്ചു നേരം ഒന്ന് ഉറങ്ങാന്ന് വെച്ച് ഒഡീസിയസ് ഒന്നും മെല്ലെ മയങ്ങാൻ പോയ സമയത്ത് ആളുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആർമിയിലുള്ള ആൾക്കാർ അവർ നോക്കിയപ്പോൾ ഒഡീസിയസിന്റെ കയ്യിൽ ഒരു വലിയ ബാഗ് ഉണ്ട്. അതിനകത്ത് ഫുള്ള് ഈ അയോളസ് രാജാവ് കൊടുത്ത കുറേ സ്വർണ്ണങ്ങളും കുറേ നിധികളൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഇവരെന്ത് ചെയ്തു, ഈ ഒരു കാറ്റ് നിറച്ച സാധനത്തിനകത്ത് ഫുള്ള് നിധിയാണെന്ന് പറഞ്ഞ് ആ ഒരു ബാഗ് എടുത്ത് തുറന്നു. അപ്പം തന്നെ അതിനകത്തു നിന്നുള്ള കാറ്റ് മുഴുവൻ പുറത്തേക്ക് വന്നു. ഒരു കൊടുങ്കാറ്റുണ്ടായി. ഇവരുടെ കപ്പൽ മെല്ലെ മെല്ലെ പുറകോട്ട് വന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന ഇത്താക്കയെന്ന് അവർ പിന്നെയും വേറെ എങ്ങോട്ടൊക്കെയോ പോയി കടലിൽ. അങ്ങനെ അതും കഴിഞ്ഞ് ഇവർ നേരെ എത്തിപ്പെടുന്നത് ലാസ്ട്രോഗോണിയൻസ് എന്ന് പറഞ്ഞാൽ കാനിബിൾസ് താമസിക്കുന്ന ഒരു ഐലൻഡിലേക്കാണ്. അവർക്ക് ഇനീഷ്യലി അറിയുന്നുണ്ടായിരുന്നില്ല അവിടെ ഉള്ള ആൾക്കാരൊക്കെ കാനിബിൾസ് ആണെന്നുള്ളത്, മനുഷ്യരെ തിന്നുന്ന നരഭോജികളാണെന്നുള്ളത്. ഇവരുടെ ഐലൻഡിലേക്ക് ഇവർ എത്തിയതും ഇവരെല്ലാവരും കൂടെ ഇവർ പിടിച്ച് തിന്നാൻ തുടങ്ങി. അവിടെ വലിയ യുദ്ധമൊക്കെ നടത്താൻ നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല, അവരുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എല്ലാവരും തിരിച്ചൊരു തരത്തിൽ കപ്പൽ കയറി പെട്ടെന്ന് നാടുവിടാൻ നോക്കി പൊളിക്കും. ഈ ലാസ്ട്രോഗോണിയൻസ് എല്ലാവരും കൂടി കുറേ പാറക്കല്ലുകളെടുത്ത് ഈ ഒരു ഒഡീസിയസിന്റെ കപ്പലുകൾക്ക് നേരെ എറിയാൻ തുടങ്ങി. സോ ഒരു 10-13 കപ്പലുകൾ ഒഡീസിയസിന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിലും ഇവരുടെ ഈ കല്ലേറുകൾ എല്ലാം പോയി. ആകെ ഒരെണ്ണം മാത്രം ബാക്കി. ഒഡീസിയസും കൂടെ കുറച്ച് ആൾക്കാർ മാത്രമുള്ള ഒരൊറ്റ കപ്പൽ മാത്രം അവശേഷിച്ചു. ബാക്കിയുള്ള എല്ലാവരും അവിടെ മരിക്കുകയാണ്. ഗ്രീക്കിൻ്റെ അല്ലെങ്കിൽ ഒഡീസിയസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർമി മുഴുവൻ അവിടെ മരിക്കുകയാണ്. 12 കപ്പലുകളും അവിടെ നഷ്ടമാവും. സോ ഇതും കഴിഞ്ഞ് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചെന്നുള്ള ഒരു സങ്കടത്തിൽ ഇവർ നേരെ എത്തിപ്പെടുന്നത് സെർസി താമസിക്കുന്ന വേറൊരു ഐലൻഡിലേക്കാണ്. സെർസി ഞാൻ നേരത്തെ കാണിച്ച ബുക്കിലുള്ള ക്യാരക്ടറാണ്. ഈ ഗ്രീക്ക് കൂടെ ഹീലിയോസിൻ്റെ മകളാണ് സെർസി. സെർസി ഒരു വിച്ചാണ്, ഒരു വിച്ച് ക്യാരക്ടർ. ആൾക്ക് എൻചാൻമെൻറ്റും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ വേറെ ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ ആയിട്ട് മാറ്റാനുള്ള കഴിവുകളൊക്കെ ഉണ്ട്. ഇവിടെ എത്തിയതും ഒഡീസിയസ് നേരത്തെ പോലെ തന്നെ എല്ലാവരും കൂടി ഒറ്റടിക്ക് വിടാതെ ആളുടെ ഇനി ബാക്കിയുള്ള ആ ഒരു ചെറിയ ഗ്രൂപ്പിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചു. ഒഡീസിയസും കൂട്ടനും കപ്പലിൽ തന്നെയായിരുന്നു. വേറെ കുറേ ആൾക്കാർ അവിടെ എന്താണ് നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് സെർസിയുടെ അടുത്തേക്ക് പോയി. ഇവർ പോയി നോക്കിയപ്പോൾ ഒരു ചെറിയ കൊട്ടാരം. പക്ഷെ അവിടെ കാവൽ നിൽക്കുന്നത് ഫുള്ള് മനുഷ്യരല്ല, കുറേ മൃഗങ്ങളാണ്. കുറേ സിംഹവും പുലിയും പന്നിയും എല്ലാം. ആൻഡ് ഇതുങ്ങളൊക്കെ തന്നെ മൃഗങ്ങളെ പോലെയല്ല, മനുഷ്യന്മാരെ പോലെയൊക്കെ ആയിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. സോ അവർക്ക് അപ്പോഴേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവരൊക്കെ കൂടി സെർസിയുടെ അടുത്ത് പോയി ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. സെർസി ഒരു ഉള്ളിലേക്ക് വിളിച്ച് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇവർ ഭക്ഷണം കൊടുത്ത് മയങ്ങി കഴിഞ്ഞു. ഒന്ന് എണീറ്റപ്പോഴേക്കും ഉണ്ടാകും ഈ മനുഷ്യന്മാരൊക്കെ തന്നെ, അതായത് ഒഡീസിയസിൻ്റെ കൂടെ വന്ന ആൾക്കാരൊക്കെ തന്നെ പന്നികളായിട്ട് മാറി. ഈ സെർസി ചെയ്ത പണിയാണ്. സെർസിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. സോ ആ ഐലൻഡിൽ അവർ വന്നപ്പോൾ കണ്ടിട്ടുള്ള ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളും ഇതേപോലെ സെർസി കൺവേർട്ട് ചെയ്ത മനുഷ്യന്മാരാണ്. സോ ഇതറിഞ്ഞ് ഒഡീസിയസ് പിന്നെയും ഈ സെർസിയുടെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് ഹെർമിസ് എന്ന് പറഞ്ഞൊരു ദേവൻ പെട്ടെന്ന് വന്ന് ഈ ഒഡീസിയസിന് പോകുന്ന വഴിക്ക് പിടിച്ചു നിർത്തിയിട്ട് ഒരു മാജിക്കൽ ഹെർബ് കൊടുക്കും. ഇത് കഴിച്ചാൽ മതി, ഇത് കഴിച്ചാൽ ഈ സെർസിയുടെ ഒരു മാജിക് ഒന്നും ഏൽക്കൂല എന്ന് പറഞ്ഞ് ഒഡീസിയസ് അത് കഴിച്ചിട്ടാണ് നേരെ സെർസിയുടെ അടുത്തേക്ക് പോകുന്നത്. സോ സെർസി സാധാരണ പോലെ തന്നെ സാധാരണ വേറൊരാളാണെന്ന് വിചാരിച്ചിട്ട് ഒഡീസിയസിന് ഈ ഒരു ഭക്ഷണം കൊടുത്തു. എന്നിട്ട് ഒഡീസിയസിനെയും പന്നിയാക്കാൻ നോക്കുന്ന സമയത്ത് ഒഡീസിയസ് മാത്രം കൺവേർട്ട് ആയില്ല. അപ്പം തന്നെ ഒഡീസിയസ് തൻ്റെ വാളൂരി എടുത്ത് സെർസിനെ കൊല്ലാൻ പോയി. അപ്പോൾ അത്രയും കാലം ഉണ്ടായിരുന്ന സെർസിയുടെ പവർ മുഴുവൻ ഈ മനുഷ്യന് മാത്രം വർക്കായില്ല. ഇങ്ങനെ നിന്നാൽ ഇയാളുടെ കൈകൊണ്ട് ചാവുമെന്ന് മനസ്സിലാക്കിയ സെർസി അപ്പോൾ തന്നെ അയ്യോ എന്നെ കൊല്ലരുത്, ഞാൻ നിങ്ങളുടെ ആൾക്കാരൊക്കെ പഴയ പോലെ ആക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഒഡീസിയസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവരെ തന്നെ തിരിച്ച് മനുഷ്യന്മാരാക്കി. അവരവിടെ കുറച്ച് കാലം താമസിച്ചു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ സെർസിക്ക് ഈ ഒരു ഒഡീസിയസിനെ ഇഷ്ടപ്പെട്ടു. ഇവർ രണ്ടുപേരും തമ്മിൽ ഇഷ്ടപ്പെട്ട് ഒരു വർഷത്തോളം അവരവിടെ താമസിച്ചു. ആക്ച്വലി ആ ഒരു കാലയളവിൽ ഒഡീസിയസിന് സെർസിയിൽ ഒരു മകൻ തന്നെ ഉണ്ടാകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് ഒഡീസിയസിൻ്റെ കഥ ഫുള്ളായിട്ട് തീർന്നു കഴിഞ്ഞ് പിന്നെയും ഈ ഒഡീസിയസ് ആക്ച്വലി മരിക്കുന്നത് ഈ മകൻ്റെ കൈ കൊണ്ടാണെന്നൊക്കെ അവർക്ക് വേറൊരു കഥകളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ എത്ര കാലം സെർസിയുടെ കൂടെ ഉണ്ടെങ്കിലും ഒഡീസിയസിന് എപ്പോഴും നാട്ടിൽ പോകാനും തന്നെയായിരുന്നു ആഗ്രഹം. ഈ കാര്യം മനസ്സിലാക്കി സെർസി ഒഡീസിയസിനോട് പൊക്കോളം പറഞ്ഞു. പക്ഷേ ഡയറക്റ്റ് നിനക്ക് ഈ താക്കയിലേക്ക് പോകാൻ പറ്റില്ല, ആദ്യം നീ അണ്ടർ വേൾഡിലേക്ക് പോകണം, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകണം. അവിടെ പോയാൽ ടൈറീസിയസ് എന്ന് പറഞ്ഞൊരു വൃദ്ധനുണ്ടാവും. ആള് പറയും എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു. സോ ആ ഒരു കാര്യമൊക്കെ കേട്ട് സെർസിയുടെ കുറേ ഉപകാരങ്ങളും സെർസി കൊടുത്ത കുറേ ഭക്ഷണങ്ങളൊക്കെ ഇവർ കപ്പലിൽ കയറ്റിയിട്ട് ഇവർ നേരെ അണ്ടർ വേൾഡിലേക്ക് പോകും. അവിടെ വെച്ച് ഒഡീസിയസ് അതിൻ്റെ ഒരു തീരത്ത് കുറേ ബലിയൊക്കെ കൊടുക്കും. കുറേ രക്തവും ബലിയൊക്കെ കൊടുത്ത് ഈ ഒരു ആത്മാക്കളെ മുഴുവനായിട്ട് വിളിച്ചു വരുത്തും. അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് ഒഡീസിയസിന് പരിചയമുള്ള കുറേ മോഹങ്ങൾ അവിടെ കാണും. ഒഡീസിയസിനെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്തവരും യുദ്ധത്തിൽ മരിച്ചവരും അക്കിലീസിനെയും ഒഡീസിയസിൻ്റെ അമ്മയുടെയും എല്ലാവരുടെ ആത്മാക്കളെ ഒഡീസിയസ് അവിടെ കാണും. ഒഡീസിയസിനൊക്കെ അമ്മ മരിച്ചത് പോലും ഒഡീസിയസിന് അറിയില്ല. ആൾ നാട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര അധികം ആരോഗ്യവേദിയായിട്ട് ഇരുന്ന ആളൊക്കെയാണ് അമ്മ. പക്ഷേ ഒഡീസിയസിനെ കാത്ത് ഇരുന്നിട്ടാണ് അമ്മ മരിച്ചത് എന്നൊക്കെ അമ്മ പറയുമ്പോൾ ഒഡീസിയസ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് മറ്റേ ടൈറീസിയസ് വരിക. ഈ ടൈറീസിയസ് വന്ന് പറയും നീ പോകുന്ന വഴിക്ക് വേറൊരു ഐലൻഡിൽ പോകും, അവിടെ ഹീലിയോസിൻ്റെ കുറേ കന്നുകാലികളുണ്ടാവും, കുറേ കാറ്റിൽസ്.
ഇവരെ കൊല്ലാൻ പാടില്ല. ആ ഐലൻഡിലെത്തി നീ വിശ്രമിച്ചോ, പക്ഷേ ആ കന്നുകാലികളെ തൊട്ടാൽ നിനക്ക് പണി കിട്ടുന്നു മാത്രം ഒന്ന് വാൺ ചെയ്ത് വിടും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവരവിടെ നിന്ന് യാത്ര പോകുന്ന വഴിക്ക് സൈറൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ന്യൂസ് താമസിക്കുന്ന ഒരു ഐലൻഡിൽ അടുത്ത് കൂടെ വരും. ഈ സൈറൻസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വഴി പോകുന്ന എല്ലാവരെയും ഇവർ അട്രാക്ട് ചെയ്യിപ്പിച്ച് അവർ ഐലൻഡിൽ കുടുക്കി ഇല്ലാണ്ടാക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ലോട്ടസ് ഈറ്റേഴ്സിനെ പോലെ തന്നെ ഈ സൈറൻസ് ഒക്കെ തന്നെ പാട്ട് പാടും. ഈ സൈറൻസിനെ പറ്റി നമ്മൾ പല സിനിമകളിലായിട്ടും പല സീരീസുകളിലൊക്കെ ആയിട്ട് അവിടെ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു മത്സ്യകന്യകളൊക്കെ പോലെയൊക്കെ ഉണ്ടാവും, അവർക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട്. പക്ഷെ അവർ ഡീമൺസ് ആയിട്ടുള്ള ഭയങ്കര ഒരു വിച്ച്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞു. സോ ഈ ഒരു സൈറൻസിന്റെ പാട്ട് കേട്ട ആ വഴി പോകുന്ന ആരും അതിലേക്ക് അട്രാക്റ്റ് ആയി പോകും. അങ്ങനെ വന്നു കയറിയ കുറേ പേരുടെ ശവങ്ങൾ മാത്രമേ ഐലൻഡിൽ ബാക്കിയുള്ളൂ. സോ ഈ സൈറൻസിനെ നേരിടേണ്ടി വരുന്ന സെർസി നേരത്തെ തന്നെ ഒഡീസിയസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒഡീസിയസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ തൻ്റെ കൂടെയുള്ള കപ്പലിലുള്ള ബാക്കിയുള്ള പടയാളികളിലൊക്കെ തന്നെ ചെവിയിൽ ഈ മെഴുക് ഉരുക്കി വയ്ക്കും, മറ്റേ കാൻഡിൽ വാക്സ്, ചെവി പ്ലഗ് ചെയ്യും, ചെവി അടച്ചു വയ്ക്കും, ഈ ഒരു പാട്ട് കേൾക്കണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ ഒഡീസിയസിന് മാത്രം ആ ഒരു പാട്ട് കേൾക്കണം. ഒഡീസിയസിന് അവിടെയും ഒരു അഹങ്കാരം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മോർട്ടലായ ഒരു സാധാരണ മനുഷ്യർക്ക് ആർക്കും ഈ ഒരു പാട്ട് കേട്ടാൽ പിന്നെ ജീവിക്കാൻ പറ്റില്ല, നേരെ വരെ അയലിൽ പോവും, മരിക്കും. പക്ഷേ ആ ഒരു പാട്ട് കേട്ടിട്ടും സർവൈവ് ചെയ്യുന്ന ആദ്യത്തെ മനുഷ്യനാവണം ഞാൻ എന്ന ഒരൊറ്റ പിടിവേശി കാരണം ഒഡീസിയസ് ഈ കൂടുള്ള ആൾക്കാരുടെ മുഴുവൻ ചെവിയിൽ മെഴുകി വെച്ച് അടച്ചെങ്കിലും ഒഡീസിയസിനെ ആ ഒരു കപ്പലിൽ തന്നെ കെട്ടിയിടണമെന്ന് പറയും. ഞാൻ എത്രയൊക്കെ നിലവിളിച്ചാലും എന്നെ അഴിച്ചുവിടാൻ പാടില്ല, ഞാൻ എത്രത്തോളം നിലവിളിക്കുന്നു അത്ര എൻ്റെ കെട്ട് മുറുക്കണം, എനിക്ക് അവരുടെ പാട്ട് കേട്ടിട്ട് തന്നെ പോകണം, പക്ഷെ നിങ്ങൾ ആരും കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവർ ഈ സൈറൻസിൻ്റെ അടുത്ത് കൂടെ പോകും. ആ സമയത്ത് ഈ സൈറൻസ് ഒക്കെ തന്നെ പാട്ട് പാടും. ഒഡീസിയസിന് ഈ പാട്ട് കേട്ടിട്ട് വെപ്രാളാവും. എങ്ങനെങ്കിലും അവിടെ അടുപ്പിക്കണം എന്ന് പറഞ്ഞ് ഇവരോട് കിടന്ന് നിലവിളിക്കും. പക്ഷെ ഇവർക്ക് ഒന്നും കേൾക്കാൻ പോയി, ഈ തുഴയുന്ന ആൾക്കാർക്ക് ഫുള്ള് ഇത് ചെവി അടച്ചു വെച്ചിരിക്കുകയാണ്. സോ ഇവരിങ്ങനെ തുഴഞ്ഞൊഴിഞ്ഞ് പോകും. ഒഡീസിയസ് ഇത് കേട്ട് മടുത്ത് ഒരു തരത്തിൽ ഇവർ അവിടെ നിന്ന് കടക്കും. പക്ഷേ ഈ സൈറൻസിന് വേറൊരു ശാപം ഉണ്ടായിരുന്നു. അത് പക്ഷേ ഒഡീസിയസിന് അറിയുന്നുണ്ടായിരുന്നില്ല. ഇവരുടെ ഈ പാട്ട് കേട്ടിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവിടെ വരാതെ രക്ഷപ്പെട്ടു പോയാൽ ഈ സൈറൻസ് ഒക്കെ തന്നെ മരിക്കും. അങ്ങനെ ഒഡീസിയസിനോട് ഈ പാടി ഒഡീസിയസ് കേട്ടിട്ട് അവിടെ വരാത്തത് കൊണ്ട് ഈ സൈറൻസ് ഒക്കെ തന്നെ അപ്പം മരിക്കുകയാണ്. അങ്ങനെ ഇതും കഴിഞ്ഞ് ഇവർ നേരെ പോകുന്നത് രണ്ട് വലിയ പ്രശ്നങ്ങളിലേക്കാണ്. ഒന്ന് സിലയും ഒന്ന് കരീബ്ഡിസും. ഈ സില എന്ന് പറയുന്നത് 6 തലയുള്ള ഒരു വലിയൊരു മോൺസ്റ്ററാണ്. അവിടെ ഒരു വലിയ ക്ലിഫ് ഉണ്ട്, ഒരു പാറക്കെട്ടുണ്ട്. ആ പാറക്കെട്ടിനകത്ത് താമസിക്കുന്ന ഒരു വലിയ 600 മോൺസ്റ്റർ ആണ് ഈ പറയുന്ന സില. ഈ കപ്പലിന് അതിൽ കൂടെ പോകുന്ന സമയത്ത് ഈ സില പെട്ടെന്ന് വന്ന് ആൾക്കാരെ പിടിക്കലാണ് ഈ സിലയുടെ മെയിൻ പരിപാടി. പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ ഈ സിലയിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാമെന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർ നേരെ എത്തിപ്പെടുന്ന ഒരു ചുഴിയിലേക്കാണ്. അതിന്റെ പേരാണ് ഈ കരീബ്ഡിസ്. സോ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ പോകാൻ. സോ ഇത് രണ്ടും ബൈപ്പാസ് ചെയ്ത് പോകാനുള്ള ഒരു വഴിയില്ല. ഒന്നില്ലെങ്കിൽ പോയി ചുഴി പെടണം, അല്ലെങ്കിൽ പോയിട്ട് ഈ സിലയുടെ കഴുത്തിൽ പെടണം. സോ ഇത് രണ്ടിൽ ഏതിലൊന്ന് എന്നുള്ളത് ഒഡീസിയസ് തീരുമാനിക്കുക, സിലയാണ്. സോ കരീബ്ഡിസിൽ പെട്ട ആ ഒരു ചുഴിയിൽ പെട്ട ഈ ആളുടെ കപ്പൽ ഫുള്ളായിട്ട് നശിക്കും, ഒരു രക്ഷയില്ല. സിലയിലാണെങ്കിൽ ഈ ഒരു മോൺസ്റ്റർ പിടിക്കുന്ന സമയത്ത് ഒരു 6 പേരെ സാക്രിഫൈസ് ചെയ്യേണ്ടത്, ഒരു 6 പേരെ മരിക്കുള്ളൂ. പക്ഷേ ബാക്കിയുള്ളവരെ കൊണ്ടെങ്കിലും രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ഈ സിലയുടെ അടുത്ത് കൂടെ ആൾ കപ്പലും കൊണ്ടുപോകും. പക്ഷേ ഒഡീസിയസ് ഈ കാര്യം സെർസി പറഞ്ഞിട്ട് നേരത്തെ ഒഡീസിയസിന് അറിയുമെങ്കിൽ ആൾ ഇങ്ങനെ ഒരു മോൺസ്റ്റർ നമ്മളെ കാത്തിരിക്കേണ്ടത് എന്നുള്ളത് മൂപ്പരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് പറയില്ല. പറഞ്ഞാൽ എല്ലാവരും കൂടി പാനിക്കാവും, ആര് മരിക്കുന്നു, അവർ തമ്മിൽ അടിയാവും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് പറയാതെ അറിഞ്ഞുകൊണ്ടും തൻ്റെ കൂടെയുള്ളവരെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ആൾ ആ സീലയുടെ അടുത്ത് കൂടെ പോകും. പെട്ടെന്ന് തന്നെ ഈ സാധനം ചാടി ഇറങ്ങി വന്ന് തങ്ങളുടെ കൂട്ടത്തിലുള്ള 6 പേരെ തൂക്കിയെടുത്ത് തിന്നും. ആ ടൈമിൽ ബാക്കിയുള്ളവരൊക്കെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അങ്ങനെ ഇതും കഴിഞ്ഞ് ഇവർ നേരെ എത്തിപ്പെടുന്നത് ടൈറീസിസ് നേരത്തെ പറഞ്ഞ ആ ഒരു ഐലൻഡിലേക്കാണ്, ഹീലിയോസിന്റെ ഐലൻഡ്. അതായത് ഹീലിയോസ് എന്ന് പറഞ്ഞ സൂര്യദേവൻ ആളുടെ കന്നുകാലികൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഒരു ഐലൻഡ്. ആ ഐലൻഡിൽ ഇവർ എത്തിയതും അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടി അവരൊക്കെ പെട്ടെന്ന് പോകാന്ന് വെച്ചിരുന്നു. പക്ഷെ അവർ ഐലൻഡിൽ അവർ പെട്ടുപോയി. ഒഡീസിയസ് അവരോട് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഈ കന്നുകാലികളെ മാത്രം തൊടാൻ പാടില്ല, അത് ഈ ഹീലിയോസ് എന്ന് പറഞ്ഞ സൂര്യദേവന്റെയാണ്. അപ്പോൾ ആൾക്കാർ സമ്മതിക്കുകയും ചെയ്തു, ഇല്ല ഞങ്ങൾ തൊടില്ല, ഞങ്ങൾക്ക് വേറെ കുറേ സാധനങ്ങളുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ ട്രാപ്പായി. അവർ ഇന്നോ നാളെ അവിടെ നിന്ന് പുറപ്പെടാന്ന് വെച്ചിരുന്നപ്പോൾ വലിയൊരു പേമാരും കൊടുങ്കാറ്റൊക്കെ ഉണ്ടായിട്ട് മാസങ്ങളോളം അവരവിടെ കിടക്കേണ്ടി വന്നു. സോ സെർസി കൊടുത്തുവിട്ട ആ കപ്പലിലുള്ള സാധനങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ഈ ഒഡീസിയസിന്റെ കൂടെയുള്ള ആൾക്കാർ ഒരു രക്ഷയില്ലാതെ ഒഡീസിയസ് സമയത്ത് പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് ഈ സൂര്യദേവനായ ഹീലിയോസിന്റെ കന്നുകാലികൾ മുഴുവൻ പിടിച്ചു കൊന്ന് ചുട്ട് തിന്നു. ഇത് കണ്ട് തിരിച്ചു വന്ന ഒഡീസിയസ് ടെൻഷനാവും, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ പ്രശ്നമാവെന്ന് പറഞ്ഞ് അവർ അപ്പം തന്നെ അവിടെ നിന്ന് പിന്നെ നാട് വിടും. പക്ഷെ പോകുന്ന വഴിക്ക് ഹീലിയോസ് ഈ കാര്യം കണ്ടു. ഹീലിയോസ് പോയിട്ട് നേരെ സിയൂസിനോട് ഈ ഒരു കാര്യം പറയും, എന്റെ കന്നുകാലികൾ മുഴുവൻ ഒഡീസിയസും ആളുടെ കൂട്ടരും മുഴുവനായിട്ട് തിന്നു, ആളെ മുഴുവനായിട്ട് നശിപ്പിക്കണം എന്ന് പറഞ്ഞു ഹീലിയോസ് പോയി സിയൂസിനോട് പറഞ്ഞത്. സിയൂസ് ആളുടെ ആ ഒരു തണ്ടർ ബോൾട്ട്, സിയൂസിന്റെ ആ ഒരു തണ്ടർ ബോൾട്ട് ഭയങ്കര ഫേമസ് ആണല്ലോ, ഇതെടുത്ത് നേരെ ഒഡീസിയസിന്റെ കപ്പലിലേക്ക് വിടും. ഈ ആളുടെ കപ്പൽ ഫുള്ളായിട്ട് നശിക്കും, എല്ലാവരും മരിക്കും, ഒഡീസിയസ് മാത്രം ബാക്കിയും. അങ്ങനെ ഇതും കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാവരും മരിച്ചു, കപ്പലിലെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രം ബാക്കിയുണ്ടാകും. അതിൽ തൂങ്ങിപ്പിടിച്ച് കിടന്ന ഒഡീസിയസ് പിന്നെ എത്തുന്നത് കലിപ്സോയുടെ ഐലൻഡിലേക്കാണ്. ഈ കലിപ്സോ എന്ന് പറഞ്ഞ് വേറൊരു ദേവതയാണ്. ഈ ദേവത ഒഡീസിയസിനെ കണ്ട് ഇഷ്ടപ്പെട്ട് ആളോട് അവിടെ താമസിക്കാൻ പറയും. പക്ഷേ ഒഡീസിയസ് പറയും, ഇല്ല എനിക്ക് നാട്ടിൽ പോകണം. പക്ഷേ കലിപ്സോ ആളവിടെ പിടിച്ചു വയ്ക്കും എന്ന് പറഞ്ഞാൽ 1 2 ഒന്നുമല്ല, അടുത്ത 7 വർഷത്തോളം കലിപ്സോ അവിടെ പിടിച്ചു വയ്ക്കും. കലിപ്സോ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ടെംപ്റ്റേഷൻസ് കൊടുക്കുന്നുണ്ട്, നീ എൻ്റെ കൂടെ താമസിച്ചോ, നിനക്ക് മരണം ഉണ്ടാവില്ല, നിനക്ക് ഇങ്ങനെ ഇമ്മോർട്ടലായിട്ട് ജീവിക്കാം. പക്ഷെ ഒഡീസിയസിന് അതല്ലായിരുന്നു വേണ്ട, ആൾക്ക് തിരിച്ച് നാട്ടിൽ പോകണം, പെനലോപ്പിയെ കാണാനും.
അവളുടെ ടെലിമാക്കസ് എന്ന് പറഞ്ഞ മകനെ കാണണം, അവളുടെ നാട്ടുകാരുടെ കൂടെ ആ ഒരു മണ്ണിൽ മരിക്കണം എന്ന് പറഞ്ഞ് ഒഡീസിയസ് പിടിവാശി പിടിച്ച് 7 വർഷം അവിടെ താമസിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന അഥീന, ഈ അഥീന ദേവി പണ്ട് മുതലേ ഇടയ്ക്കിടയ്ക്ക് ഒഡീസിയസിനെ സപ്പോർട്ട് ചെയ്യുന്ന ദേവികളിൽ ഒന്നാണ് അഥീന. അഥീന ഈ കാര്യം പോയി സിയൂസിനോടൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ കലിപ്സോയുടെ കയ്യിൽ നിന്നും ഒഡീസിയസിനെ രക്ഷപ്പെടുത്തും. അങ്ങനെ നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷം കലിപ്സോയുടെ കയ്യിൽ നിന്നും അഥീനയുടെ സഹായത്തോടെ രക്ഷപ്പെട്ട നമ്മുടെ ഒഡീസിയസ് ഒരു ചങ്ങാടൊക്കെ ഉണ്ടാക്കി തിരിച്ച് ഇത്താക്കയിലേക്ക് വീട്ടിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ്. പക്ഷെ പോണ വഴി പിന്നെയും ദേഷ്യം അടങ്ങാത്ത നമ്മുടെ പൊസൈഡോൺ, പഴയ മറ്റേ സൈക്ലോപ്സിനൊക്കെ കണ്ണുകുത്തി പൊട്ടിച്ചാണ് ഇപ്പോഴും ദേഷ്യമുള്ള പൊസൈഡോൺ, പിന്നെ അവിടെ ഒരു കൊടുങ്കാറ്റൊക്കെ ഉണ്ടാക്കി ഈ ഒരു ചങ്ങാടം മുഴുവൻ തകർത്ത് ഒഡീസിയസ് ഒരു തരത്തിൽ എങ്ങനെയൊക്കെയോ നീന്തി വേറൊരു കരയിലെത്തും. ഫിയേഷ്യൻസ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഒരു കര. ഈ ഫിയേഷ്യൻസിൻ്റെ നാട്ടിലെത്തിയപ്പോൾ അവിടുത്തെ രാജാവിൻ്റെ മകളായ നോസിക്ക എന്ന് പറഞ്ഞ പെൺകുട്ടി ഒഡീസിയസിനെ കാണും. അവൾ ആ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അച്ഛനമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ രാജസദസ്സിലിരുന്ന് മൂപ്പര് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു പാട്ടുകാരൻ വന്നിട്ട് ഈ രാജസദസ്സിലൊക്കെ മറ്റേ പാട്ട് പാടുമല്ലോ, അങ്ങനെ പാടുന്ന പാട്ട് ഈ ട്രോയിലെ യുദ്ധത്തിനെ പറ്റിയും ആ ട്രോയ് യുദ്ധത്തിൽ പങ്കെടുത്ത ഏറ്റവും വലിയ യോദ്ധാക്കളിൽ ഒരാളായ ഒഡീസിയസിൻ്റെ കഥയൊക്കെയാണ് അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ഒഡീസിയസ് ഇങ്ങനെ കിടന്ന് കരയാണ്. സോ എന്തിനാ ചങ്ങായി കരയണമെന്ന് പറഞ്ഞിട്ട് രാജാവ് ചോദിച്ചപ്പോൾ ഒഡീസിയസ് ഉള്ള കാര്യം മുഴുവൻ പറയും. അപ്പോഴാണ് അവിടെ ഉള്ളവർക്കൊക്കെ മനസ്സിലായത് വന്നിരിക്കുന്ന ആളെ പറ്റിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഈ പാട്ട് പാടുന്നത്, അത്രയും വലിയ യോദ്ധാവാണ് ഒഡീസിയസ് ആണ് നമ്മുടെ മുമ്പിൽ എന്ന് പറഞ്ഞ് അവർ വേണ്ടത്ര സാധനങ്ങളൊക്കെ കൊടുത്ത് ഒരു കപ്പലൊക്കെ ഉണ്ടാക്കി മൂപ്പര് നാട്ടിലേക്ക് അയക്കും. അങ്ങനെ നീണ്ട ഒരു 20 വർഷങ്ങൾക്ക് ശേഷം, അതായത് 10 വർഷത്തെ ട്രോയ് യുദ്ധത്തിനും പിന്നെ ഈ 10 വർഷത്തെ കടലിലുള്ള നരകയാതനകൾക്കൊക്കെ ശേഷം അവസാനം നമ്മുടെ ഒഡീസിയസ് തിരിച്ച് ഇത്താക്കയിലെത്തും. സോ ഇത്താക്കയിലേക്ക് ഒഡീസിയസ് വന്നിറങ്ങിയതും ഫിയേഷ്യൻസ് തിരിച്ച് നാട്ടിലേക്ക് പോകും. ആ സമയത്ത് അഥീന ദേവി പ്രത്യക്ഷപ്പെട്ട് ഡയറക്റ്റായിട്ട് ഇപ്പോൾ നീ ഇങ്ങനെ പോകണ്ട എന്നും പറഞ്ഞ് ഒഡീസിയസിന്റെ രൂപം മുഴുവനായിട്ട് അഥീന മാറ്റും. അങ്ങനെ അഥീന ഒഡീസിയസിനെ ഒരു ഭിക്ഷക്കാരന്റെ വേഷത്തിലേക്ക് ഭയങ്കര വയസ്സായിട്ടുള്ള ഒരു പിച്ചക്കാരനാക്കി മാറ്റി. ഇങ്ങനെ വേഷം മാറി എത്തിയ ഒഡീസിയസിനെ ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഒഡീസിയസിന് ഒരു പഴയ നായ ഉണ്ടായിരുന്നു, ആളെ വളർത്തുന്ന നായ, ആർഗോസ് എന്ന് പറയും. ഈ പോകുന്നതിന് മുമ്പ് തന്നെ മൂപ്പർക്ക് ഏറ്റവും ഭയങ്കരമായി പരിചയമുള്ള ആ നാട്ടിലെ ഏറ്റവും വേഗതയേറിയ ഒരു വേട്ടനായൊക്കെ ആയിരുന്നു ഈ ആർഗോസ്. ഈ ആർഗോസ് ഈ ഒഡീസിയസിനെ കണ്ടതും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. എത്രയൊക്കെ രൂപം മാറ്റി എത്രയൊക്കെ അധീന പിച്ചക്കാരൻ്റെ വേഷത്തിലേക്ക് ആക്കിയെങ്കിലും ആർഗോസിന് പഴയ യജമാനെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ ആർഗോസിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഇപ്പോൾ ഒഡീസിയസ് പോയി കഴിഞ്ഞിട്ട് എന്താണ് ഇത്താക്കയുടെ അവസ്ഥ അത് തന്നെയായിരുന്നു നമുക്ക് ആർഗോസിലും കാണാൻ പറ്റുക. ഭയങ്കരധികം ക്ഷീണിച്ച് ക്ഷയിച്ച് ആരും നോക്കാതെ ഇപ്പം മരിക്കുന്നു പറഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മളെ ആർഗോസ് എന്ന് പട്ടീനെ കാണുന്നത്. അങ്ങനെ ആ നീണ്ട 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തൻ്റെ യജമാനെ കണ്ട ആർഗോസ് എന്ന് പറഞ്ഞ നായ ഒഡീസിയസിനെ കണ്ടു കഴിഞ്ഞിട്ട് കണ്ണടച്ച് മരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഒഡീസിയസ് നേരെ പോയത് യുമേയസ് എന്ന് പറയും തൻ്റെ പഴയ പരിചയക്കാരൻ്റെ അടുത്തേക്കാണ്. ആളാണ് ഇത്താക്കയിൽ ഇപ്പോഴത്തെ അവസ്ഥ പറയുന്നത്. ആക്ച്വലി ഒഡീസിയസ് പോയി കഴിഞ്ഞ് ഇത്താക്കയിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ആ നാട്ടിലുണ്ടായിരുന്ന കുറേ ആൾക്കാർ ഈ ഒഡീസിയസ് മരിച്ചു എന്ന് പറഞ്ഞ് ഈ പെനലോപ്പി ആളുടെ ഭാര്യ അന്വേഷിച്ച് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഒഡീസിയസിൻ്റെ ഭാര്യ പെനലോപ്പി വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ നാട്ടിലെ രാജാവാം, അവിടെ ഫുള്ളായിട്ട് ആ ഇത്താക്ക മുഴുവനായിട്ട് ഭരിക്കുക. ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഇവരെല്ലാവരും വന്നത്. സോ കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് പെനലോപ്പി ഭയങ്കരധികം പ്രഷറിലാണ്. എന്തായാലും ഒരു സ്യൂട്ടറിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഇടം വലം പ്രഷറിൽ നിൽക്കുകയാണ് പെനലോപ്പി. ആൻഡ് കൂടാതെ ഇങ്ങരുടെ ഒരു കൊട്ടാരത്തിൽ ഇവർ കയറി നിരങ്ങാണ്. അതായത് പെനലോപ്പി കല്യാണം കഴിക്കാനാണെന്ന് പറഞ്ഞ് ഈ വന്നവർ ഫുൾ അവിടെ സെറ്റിലാണ്. 100 കണക്കിന് ആൾക്കാരുണ്ട് ഓൾറെഡി അവിടെ. അതിൽ തന്നെ ഇങ്ങനെ വന്ന് കയറിയവരുടെ ഒരു ഹെഡാണ് ആന്റിനസ്. സോ ആന്റിനസ് ആണ് ഇവരെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. എത്രയൊക്കെ പറഞ്ഞിട്ടും ഇപ്പോൾ പെനലോപ്പിയുടെ മോൻ ഉണ്ട് ടെലിമാക്കസ്, നമ്മുടെ ഒഡീസിയസിന്റെ മകൻ. ഈ മകൻ പറഞ്ഞിട്ടൊന്നും ആരൊരു മൈൻഡും ഇല്ല. ആന്റിനസ് ആണ് ഇതിനൊക്കെ തന്നെ ചുക്കാൻ പിടിക്കുന്നത്. സോ ഇത്താക്ക പഴയ പോലെ അല്ല എന്നുള്ളത് യുമേയസ് ആണ് നമ്മുടെ ഒഡീസിയസിനോട് പറയും. അതിനിടയ്ക്ക് ടെലിമാക്കസ് വരും, നമ്മുടെ ഒഡീസിയസിന്റെ മകൻ. ആദ്യം ടെലിമാക്കസിന്റെ കാര്യം മനസ്സിലാവില്ലെങ്കിലും അതിനെ പിന്നെയും പ്രത്യക്ഷപ്പെട്ട് ഈ ഒഡീസിയസിന്റെ ആ ഒരു രൂപം മുഴുവൻ മാറ്റും. അപ്പോഴാണ് ടെലിമാക്കസിന് തന്റെ അച്ഛൻ തിരിച്ചു എന്നുള്ള കാര്യം മനസ്സിലാവുക. ഒഡീസിയസിനെ കണ്ടപ്പോൾ തന്നെ ടെലിമാക്കസ് പറയും, നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം, അവിടെ ഉള്ള എല്ലാവരെ കൊന്നെടുക്കാം, നമുക്ക് പ്രതികാരം വീട്ടാം, നമുക്ക് അമ്മയെ കാണാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒഡീസിയസ് സമ്മതിക്കില്ല. ഇപ്പൊ തന്നെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇനിയും കുറച്ച് പണികളുണ്ട്. ഒഡീസിയസ് വേറൊരു പ്ലാൻ ഇടും. അതായത് ഇവർ കണ്ടുമുട്ടിയ പിറ്റേ ദിവസം പെനലോപ്പി ആ സ്യൂട്ടറിന് അടുത്തത് ആരാണ് രാജാവാകാൻ പോകുന്നത് പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു ദിവസമായിരുന്നു. ആൻഡ് ഇത്രയും കാലം പെനലോപ്പി എങ്ങനെ പിടിച്ചിരുന്നു പറഞ്ഞാൽ ഈ ഒഡീസിയസിന്റെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു, അത് പെനലോപ്പിന്റെ അമ്മായച്ഛൻ. ഈ അമ്മായച്ഛന് വേണ്ടി അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന അമ്മായച്ഛന് വേണ്ടിയിട്ട് മരണസമയത്ത് പുതപ്പിക്കാനുള്ള ഒരു ഡ്രസ്സ് അത് തയ്ക്കുകയാണെന്ന് പറഞ്ഞ് ഇതെന്ന് തയ്ച്ചു കഴിയുന്നു അന്ന് ഞാൻ ആളെ തീരുമാനിക്കുന്നു പറഞ്ഞിട്ടായിരുന്നു പെനലോപ്പി ഇത്രയും ദിവസം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പരിപാടി കഴിഞ്ഞിട്ടില്ല, അത് തുന്നി കഴിഞ്ഞിട്ടില്ല. ഇതിനെന്താ സംഭവം എന്ന് വെച്ചാൽ രാവിലെ ഫുള്ളിരുന്ന് പെനലോപ്പി ഇത് തുന്നും, രാത്രി പോയിട്ട് പെനലോപ്പി തന്നെ അതിൽ ഓരോ നൂലായിട്ട് അഴിച്ച് മുഴുവനായിട്ട് അഴിക്കും. സോ രാവിലെ വന്ന് നോക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഈ സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ജസ്റ്റ് അവരായിട്ട് പറഞ്ഞു നിൽക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടി നടത്തിയത്. പക്ഷേ ഒരു ദിവസം രാത്രി വന്നു കൂടിയ ആ ഒരു സ്യൂട്ടേഴ്സിലെ തന്നെ ഹെഡ് എന്ന് പറഞ്ഞ മറ്റേ ആന്റിനസ്,
ഈ ആൻറ്റിനസ് ഈ കാര്യം കണ്ടുപിടിക്കും. ഇപ്പോൾ ആൻറ്റിനസ് ഇത് രാത്രിയിൽ കണ്ടുപിടിച്ചത് കൊണ്ട് വേറൊരു നിവൃത്തിയിലാണെന്ന് വന്നുകൊണ്ടാണ് പെനെലോപ്പി പിറ്റേ ദിവസം ആരായിരിക്കും എൻ്റെ സ്യൂട്ടർ എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാൻ പോയത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒഡീസിയസ് ആ ഒരു ഭിക്ഷക്കാരൻ്റെ വേഷത്തിൽ പിന്നെയും കൊട്ടാരത്തിലേക്ക് വരിക. സോ ആദ്യമൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ മൂപ്പരെ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കും. ഈ ഇപ്പം എന്തിനാണ് വന്ന് പിച്ചക്കാരൻ, ഇവിടെ ഓൾറെഡി കുറേ പിച്ചക്കാരുണ്ട്. അവിടെ ഉള്ളൊരു പിച്ചക്കാരനുമായിട്ട് തന്നെ ഒരു കോമ്പറ്റീഷൻ തന്നെ നടക്കും. അതായത് പരമ്പരാഗതമായി നമ്മൾ ചില ബസ് സ്റ്റാൻഡിലേക്ക് കണ്ടിട്ടില്ല, ഓൾറെഡി കുറേ പിച്ചക്കാരുണ്ടാവും, അവരുടെ ഇടയ്ക്ക് പോയാൽ അവരുടെ ടെറിട്ടറി എന്നൊക്കെ പറയില്ല, അതുപോലെ പിച്ചക്കാർ തമ്മിൽ ഒരു അടിയൊക്കെ നടന്ന് അതിൽ നമ്മുടെ ഒഡീസിയസ് ജയിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനിടയ്ക്ക് ഒഡീസിയസ് ആരാന്നുള്ളത് യൂറിക്ലിയ എന്ന് പറഞ്ഞ് പണ്ട് മൂപ്പരുടെ ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന പഴയ ഒരു ആയ എന്ന് വേണമെങ്കിൽ പറയാം, ഒഡീസിയസിൻ്റെ ഒക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു ആയാണ്. ഈ സ്ത്രീക്ക് ഒഡീസിയസ് ആരാന്ന് മനസ്സിലാവും. പക്ഷേ ഒഡീസിയസ് ആരിപ്പോൾ പറയരുത്, വേറെ കുറച്ച് പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ വെയിറ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെനെലോപ്പി ആരാണ് ഷൂട്ടർ എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒരു കോൺടെസ്റ്റ് നടത്തുക, ഒരു മത്സരം. ഈ നമ്മുടെ മഹാഭാരതത്തിൽ നമ്മുടെ ദ്രൗപദി നടത്തുന്ന ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു, മറ്റേ വില്ല് കൊലയ്ക്കുക. ദ്രൗപദി തന്നെ ആയിരുന്നു. അതേപോലെ തന്നെ ഇതിലും പെനെലോപ്പി ഒരു മത്സരം വയ്ക്കും. അതായത് ഒഡീസിയസിൻ്റെ പഴയൊരു വില്ലുണ്ട് ആ ഒരു കൊട്ടാരത്തിൽ. ആ വില്ലെടുത്തിട്ട് ഒരു 12 ആക്സ് ഹെഡിൽ കൂടെ അത് അകത്തോട് വിടണം. ആക്സ് ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഴുവില്ല, മഴുവിൻ്റെ ആ ഒരു ഹെഡ്, ആ ഒരു ഹെഡ് പോർഷനിൽ ഒരു ഓട്ടയുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് ഈ 12 13 നിരത്തി വെച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് വിടണം. നമ്മുടെ TSG എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അവരുടെ ആ ഒരു ഇൻട്രോ ഇല്ല, അവരുടെ ആ ഒരു ലോഗോ ഇൻട്രോ തന്നെ ഈ സാധനമാണ്. ആൻഡ് ഈ ഒരു ഇവൻറ്റുകളൊക്കെ ഫുള്ളായിട്ട് നമ്മുടെ റിട്ടേൺ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, നമ്മുടെ റാഫേൽസിൻ്റെ 2024 പുറത്തിറങ്ങിയത്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഒഡീസിയസ് തിരിച്ച് ഈ ഒരു ഇത്താക്കയിൽ എത്തിക്കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഈ കോൺടെസ്റ്റ് തുടങ്ങി അവിടെ വന്ന് കൂടിയിട്ടുള്ള ആ ഒരു 100 കണക്കിന് ചെറിയ ചെറിയ രാജാക്കന്മാരൊക്കെ തന്നെ ഈ വില്ല് കൊലയ്ക്കാൻ നോക്കി, ആർക്കും പറ്റിയില്ല. ആൻറ്റിനസ് അടക്കം നോക്കി, മൂപ്പർക്കും പറ്റിയില്ല. അങ്ങനെ വേറെ ആരും ഇല്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഒഡീസിയസ് ഞാനൊന്ന് വിട്ടു നോക്കട്ടെ എന്ന് പറഞ്ഞ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്നവരൊന്നും ആദ്യം സമ്മതിച്ചില്ല. നീ ഇത് പിച്ചക്കാരൻ, നീ പോടാ അവിടെ നിന്ന്, നിനക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. പക്ഷേ പെനെലോപ്പി എൻ്റെ ഇടയിൽ വന്നിട്ട് എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കും, ഞാൻ എന്തായാലും ഇങ്ങനെ ഒന്ന് കെട്ടാനൊന്നും പോകില്ല, അതൊരു പിച്ചക്കാരനാണ്, പക്ഷേ ലെറ്റ്സ് ഹിം ട്രൈ എന്ന് പറഞ്ഞിട്ട് ആളൊന്ന് വിട്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒഡീസിയസ് ആ വില്ലെടുത്ത് വളരെ സിമ്പിളായിട്ട്, ഓൾറെഡി മൂപ്പറുടെ 50 വില്ലൊക്കെ തന്നെയാണ്, മൂപ്പർ സുഖമായിട്ട് ഈ ഒരു 12 എണ്ണത്തിക്കൂടെ വിട്ടു. നമ്മളെങ്ങനെയാണ് മറ്റേ TSGയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ കാണുന്നത് അതേപോലെ. ഇത് കണ്ട് ഇവരെല്ലാവരും ഞെട്ടി. ആ സമയത്താണ് മൂപ്പർ ആരാണെന്ന് റിവീൽ ചെയ്യുന്നത്. അതിനെതിരെ പ്രത്യക്ഷപ്പെട്ട് മൂപ്പരുടെ ഒരു പഴയ രൂപത്തിലാക്കി ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒഡീസിയസ് ആക്കി തന്നെ മാറ്റി. ഇത് കണ്ട് അപ്പോൾ തന്നെ ടെലിമേക്കേഴ്സ് വന്ന് അമ്മയായ പെനെലോപ്പിനോട് പറഞ്ഞു, ഇനി അമ്മ ഇവിടെ നിൽക്കണ്ട, ഇനി ഇവിടെ കുറച്ച് വേറെ കുറേ പരിപാടികളുണ്ട്, ഒരു ചെറിയ റെഡ് വെഡ്ഡിങ് തന്നെ ഇവിടെ നടക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് സ്ത്രീകളെയൊക്കെ തന്നെ മാറ്റി നിർത്തി ഈ ഒരു 100 പേരും ടെലിമേക്കേഴ്സും നമ്മുടെ ഒഡീസിയസും പിന്നെ ഒഡീസിയസിന് കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരും വെച്ച് ആ ഒരു റൂം ഫുള്ളായിട്ട് ടെലിമേക്കേഴ്സ് അപ്പോൾ തന്നെ അടച്ചു. പിന്നെ അവിടെ ചോരപ്പുഴയാണ് നടന്നത്. ഈ ഒഡീസിയസ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, ടെലിമേക്കേഴ്സും ഒഡീസിയസും കൂടി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, ആ ഒരു 100 കണക്കിന് ആൾക്കാരെ മുഴുവനായിട്ട് അവർ കൊന്നു. സാധാരണഗതിയിലാണെങ്കിൽ ഒറ്റയ്ക്കൊന്നും കൊല്ലാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഈ അഥീന ദേവി എപ്പോഴും കൂടെയുണ്ട്. ഈ ഒഡീസിയസിനെതിരെ വരുന്ന അമ്പുകളൊക്കെ തന്നെ അതിരെ വഴിതിരിച്ച് വിടും. അങ്ങനെ കുറച്ച് മാജിക്കൽ സംഭവങ്ങളൊക്കെ വെച്ച് ഒഡീസിയസ് അവിടെയുള്ള എല്ലാവരും ഒറ്റയടിക്ക് അങ്ങോട്ട് തീർത്ത്. ആൻഡ് ഇവരുടെ എല്ലാം തന്നെ ഹെഡായിട്ടുണ്ടായിരുന്ന ആൻറ്റിനസ് അടക്കം നമ്മുടെ ടെലിമേക്കേഴ്സ് കൊല്ലും. അങ്ങനെ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ത്രെറ്റ്സ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നേരും. നമ്മുടെ ബാഹുബലിയിൽ നമ്മുടെ ശിവകാമി ദേവി പറയില്ലേ കട്ടപ്പനോട്, കട്ടപ്പ റത്തത്താൽ സുത്തം ചെയ്യുന്നു, ആ സംഭവം രക്തം കൊണ്ട് അവിടെ ഒരു ശുദ്ധീകരണം തന്നെ നടത്തി. ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു മൂപ്പരുടെ ആ ഒരു റിവഞ്ച് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് കഴിഞ്ഞിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും പെനെലോപ്പിക്ക് അപ്പോഴും സംശയമായിരുന്നു ഇത് ഒഡീസിയസ് തന്നെയാണെന്നുള്ളത്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് പലരും ഇതുപോലെ ഞാനാണ് ഒഡീസിയസ് എന്ന് പറഞ്ഞ് പലരും വന്ന് പോയിട്ടുണ്ട്. സോ ഈ ആൾ തന്നെയാണ് കൺഫേം ചെയ്യാമെന്ന് വേണ്ടിയിട്ട് പെനെലോപ്പി ഒരു പരീക്ഷണം കൂടി ഒഡീസിയസിന് മുമ്പിലേക്ക് അവസാനമായിട്ട് വയ്ക്കും. അതായത് പെനെലോപ്പി തൻ്റെ വേലക്കാരെ വിളിച്ച് പറയും, ഈ ഒഡീസിയസിനെ കടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ബെഡ്റൂമിലുള്ള ഒരു കട്ടിൽ എടുത്ത് പുറത്തേക്ക് ഇടുമെന്ന് പറഞ്ഞ്. ഇത് കേട്ട് ഒഡീസിയസിന് ഞെട്ടും. കാരണം ഒഡീസിയസിൻ്റെ ബെഡ്റൂമിലുണ്ടായിരുന്ന ആ ബെഡ് ചേമ്പറിലുണ്ടായിരുന്ന ആ ഒരു കട്ടിൽ അനക്കാൻ പറ്റാത്തതായിരുന്നു. കാരണം ഒരു ഒലിവ് മരത്തിൽ കൊത്തിയെടുത്ത്, അതായത് ഒറ്റ ഒലിവ് മരത്തിൽ കാർവ് ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണ്. അതായത് ലിറ്ററലി പറഞ്ഞ ഒരു മരം, ആ ഒരു മരത്തിന് ചുറ്റുമാണ് റൂം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ആ മരത്തിൽ നിന്ന് കാർവ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ആ ഒരു ബെഡ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ കട്ടിൽ. സോ അത് അനക്കാൻ പറ്റൂല. സോ അത് ആരാ മാറ്റിയത്, ഇത് ആരാ മുറിച്ച് എന്നുള്ളത് ഒഡീസിയസ് ചോദിക്കുമ്പോഴാണ് പെനെലോപ്പിക്ക് കാര്യം മനസ്സിലാവുക. കാരണം ഇത് ഒഡീസിയസ് ഉണ്ടാക്കിയതാണ്, ഒഡീസിയസിന് മാത്രം അറിയാവുന്നൊരു രഹസ്യമാണ്. അത് അറിഞ്ഞപ്പോഴാണ് പെനെലോപ്പിക്ക് ഇത് ഒഡീസിയസ് ആണെന്ന് തന്നെ കാര്യം മനസ്സിലായത്. അങ്ങനെയാണ് ഇവരുടെ റിയൂണിയൻ സംഭവിക്കുന്നത്, പെനെലോപ്പിയുടെയും ഒഡീസിയസിനും ധന്മകനായ ടെലിമേക്കേഴ്സിൻ്റെ ഒക്കെ തന്നെ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കുറച്ച് കാലത്തേക്ക് ഇത്താക്ക ഭരിച്ചുകൊണ്ടിരുന്നു നമ്മുടെ ഒഡീസിയസ്. ഇങ്ങനെയാണ് ഒഡീസിയസിൻ്റെ ആ ഒരു കംപ്ലീറ്റ് വോയേജ് തീരുന്നു. ഈ ഒരു 10 വർഷത്തെ ട്രോയ് യുദ്ധവും ഇതിൻ്റെ ഒരു 10 വർഷത്തെ കടൽ യാത്രകൾക്ക് ശേഷം കൂടെ വന്ന ക്രൂവിൽ ആരുമില്ല, ഒരു 10-13 കപ്പലുകളായിട്ട് വന്ന ആളാണ്. അവസാനം ഒഡീസിയസിന് മാത്രമാണ് ആ ഒരു പൊസൈഡോൻ്റെ ശാപം എന്നൊക്കെ പറയില്ല, ആ സംഭവം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സൈക്കിൾ മുഴുവൻ കഴിഞ്ഞു എന്നപ്പോഴേക്കും അവസാനം ഒഡീസിയസിന് മാത്രമാണ് ഇത്താക്ക കാണാൻ പറ്റിയത്, കര കാണാൻ പറ്റിയത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയ ആൾക്കാരാണ് 20 വർഷം കൊണ്ട് തിരിച്ചു വന്നത്. ഇതാണ് ഒഡീസിയസിൻ്റെ ആ ഒരു കംപ്ലീറ്റ് സ്റ്റോറി. ഇത് കഴിഞ്ഞിട്ടും ഒഡീസിയസിന് എന്തൊക്കെ നടന്നു എന്നുള്ളത് വേറെ പല ലിറ്ററേച്ചേഴ്സിലും കുറേ കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അത് പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഹോമറിൻ്റെ ഈ ഒരു ഇലിയാഡിലും ഒഡീസിയയിലും
ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സോ ഞാനിവിടെ പറയുന്നത് നിങ്ങൾ കാണാൻ പോകുന്ന ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്റ്റ് കഥയല്ല. ഈ ഒരു കഥയിൽ നിന്നാണ് ക്രിസ്റ്റഫർ നോളൻ ഈ സിനിമ എടുക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഇലിയാഡും ഒഡീസി എന്ന് പറഞ്ഞ ആ ഒരു 2 എപ്പിക് പോയിന്റ്സിലും ഇത്രയും കാര്യങ്ങളാണ്. ഇതിലും പക്ഷേ ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അതിൻ്റെ ആ ഒരു സർഫസ് ലെവലിൽ മാത്രമേ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളൂ. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെങ്കിൽ മണിക്കൂറുകളെടുക്കും. അത്രയും വലിയൊരു കഥയാണ്. അത്രയും ഭയങ്കര ഇതിൻ്റെ സബ് സ്റ്റോറീസ് തന്നെ സബ് പ്ലോട്ടുകളായിട്ട് തന്നെ വേറെ കുറേ കഥകളുണ്ട്. ആൻഡ് ഇതെങ്ങനെയായിരിക്കും ക്രിസ്റ്റഫർ നോളൻ അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഒഡീസിയുടെ ജേണി എങ്ങനെയായിരിക്കും അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ജൂലൈ 17 അറിയാം. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ട്രോയ് യുദ്ധം കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലിയഡിൽ എന്താണ് പറയണമെന്ന് അറിയണമെങ്കിൽ ഈ ഒരു ട്രോയ് എന്ന് പറഞ്ഞ സിനിമ കാണാം. അതല്ലാതെയും ഈ ഒരു ഒഡീസേഴ്സിൻ്റെ ഈ ജേണി കാണിക്കുന്ന വേറെ കുറേ സിനിമകളും മിനി സീരീസുകളും ഒക്കെ തന്നെ ഇതിന് മുമ്പ് പലതും പുറത്തിറങ്ങിയിട്ടുണ്ട്. ദെൻ തിരിച്ച് ഇത്താക്കയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഈ ഒരു ബോ കോൺടെസ്റ്റുകളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ റാഫേൽസിൻ്റെ 2024 പുറത്തിറങ്ങിയത് റിട്ടേൺ എന്ന് പറഞ്ഞ പടം കാണാം. ഇത് മൊത്തം കണ്ടാൽ നിങ്ങൾക്കൊരു ഓവറോൾ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടും. പക്ഷേ ഇതൊന്നും ഡയറക്റ്റായിട്ട് ഈ ഒരു ഹോമർ പറഞ്ഞ കാര്യങ്ങളല്ല പറയുന്നത്. ഇതെല്ലാം തന്നെ അഡാപ്റ്റേഷൻസ് ആണ്. ഓരോ ഡയറക്ടേഴ്സിനും അവരുടെ ഇഷ്ടത്തിൻ്റെ രീതിയിൽ അവരുടെ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ രീതിയിൽ മാറ്റിയെടുത്തിട്ടുള്ള അഡാപ്റ്റേഷൻസ്. അതുകൊണ്ട് തന്നെ ട്രോയ് എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഗോഡും അല്ലെങ്കിൽ മിത്തിക്കൽ സാധനങ്ങളും പരിപാടികളൊന്നും നമ്മൾ കാണില്ല. പക്ഷേ ഈ ഒഡീസീസിൻ്റെ കഥ ഒരു പക്ഷേ ഈ നോളൻ്റെ പടത്തിൽ പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സ് സംഭവങ്ങളൊക്കെ നമുക്ക് കണ്ടേ പറ്റൂ. കാരണം അങ്ങനെയാണ് ഈ ഒരു കഥ കിടക്കുന്നത്. നോളൻ്റെ പടത്തിൽ എങ്ങനെയായിരിക്കും ഓരോ ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞത് വെച്ച് തന്നെ ഓരോ ക്യാരക്ടേഴ്സ് ആരാണ്, ഈവൻ നമ്മുടെ ഒഡീസീസ് ആരാണ്, ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ആരൊക്കെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ നമുക്ക് തൊട്ടടുത്തായിട്ട് പിന്നീട് ചെയ്യാം. സോ ഹോമറിൻ്റെ ഈ ഒരു ഇലിയഡ് ആൻഡ് ഒഡീസി എന്ന് പറയുന്ന ഒരു എപ്പിക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലാണ് വീണ്ടും കാണാം. നന്ദി.